ഇന്ന് നമ്മൾ ഈ ഒരു മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ നാച്ചുറൽ ബിൽഡിംഗ് എന്ന പേരിൽ അല്ലെ, അസാധാരണമായ പണിയുടെ മാസം. അടുത്തിരിക്കുന്ന രണ്ടുപേർക്ക് കൈകൊടുത്ത് കുലുക്കിട്ടെന്ന് പറഞ്ഞ് ഇത് അസാധാരണമായ പണിയുടെ മാസമാണ്. എത്ര പേർ ചേർന്ന് ഉറക്കെ ഒരിക്കൽ കൂടെ പറയും, ഇത് അസാധാരണമായ പണിയുടെ മാസമാണ്. ഹല്ലേലൂയ. സോ ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ ബിൽഡിംഗ്. മലയാളം ദയവായി കാണിക്കാമോ? അസാധാരണ കാര്യങ്ങളുടെ മാസമാണ് ഈ ഒരു മാസം എന്നുള്ളത്. ഹല്ലേലൂയ. വീണ്ടും അടുത്തിരിക്കുന്ന ആൾക്ക് കൈകൊടുത്തൊന്ന് കുലുക്കിയിട്ട് പറഞ്ഞ് ഇത് അസാധാരണ കാര്യങ്ങളുടെ മാസമാണ്. ഹല്ലേലൂയ. ഇത് ലാസ്റ്റ് സൺഡേ ആണ്, അവസാനത്തെ ഞായറാഴ്ചയാണ്. ഈ അവസാനത്തെ ഞായറാഴ്ചയിൽ അസാധാരണമായ കാര്യങ്ങൾ, അതിൻ്റെ സീഡ്, അതിൻ്റെ വിത്ത് പരിശുദ്ധാത്മാവ് ഇട്ടിരിക്കുന്ന മാസമാണ് മാർച്ച് മാസം. അടുത്ത ചില മാസത്തിൽ, ചിലപ്പോൾ അടുത്ത ചില മാസങ്ങളിൽ അതിനുള്ളിൽ തന്നെ പരിശുദ്ധാത്മാവ് ആ പണികൾ വരുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറ, ഇത് അടിസ്ഥാനങ്ങളിട്ട മാസമാണ്. പറഞ്ഞേ, ഇനി കെട്ടിപ്പൊങ്ങുന്ന മാസങ്ങളായിരിക്കും. എത്ര പേർ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയും? എനിക്കൊന്നും മലയാളം വരുന്നില്ല, അതുകൊണ്ട് ഞാൻ കയറി പോവുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണ് പറയാമോ? ടുഡേ ഈസ് ദ സൺഡേ ഓഫ് പാം സൺഡേ അല്ലേ? അല്ലെങ്കിൽ ചില ആളുകൾ ചിന്തിക്കും, അയ്യോ ഇന്ന് കൊഴുക്കട്ട ഉണ്ടാക്കുന്ന ദിവസമാണല്ലോ, കൊഴുക്കട്ട പെരുന്നാളെന്നാണ് പലർക്കും. ആർക്കും അതിൻ്റെ അർത്ഥം ശരിക്കും അറിയില്ല. കൊഴുക്കട്ടയുടെ കഥ മാത്രമേ പല ആളുകൾക്കും അറിയാൻ പറ്റുള്ളൂ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, കൊഴുക്കട്ടയ്ക്കപ്പുറം പറ, കുറേ മർമ്മങ്ങൾ ഇന്നത്തെ ദിവസം നമുക്ക് പഠിക്കാനുണ്ട്. എത്ര പേര് അതിന് തയ്യാറായിട്ടുണ്ട്? ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ കാരിയേഴ്സ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ വാഹകർ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ സന്ദേശം. അതിനാധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വേദവചന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. 1 മുതൽ 11 വരെയുള്ള വേദവചനങ്ങളിൽ ആദ്യത്തെ 1-2 വചനഭാഗങ്ങൾ ദയവായി സ്ക്രീനിൽ വേഗത്തിൽ കാണിക്കാമോ? അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? യെസ്. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ചു. ഒലിവ് മലയ്ക്കരികെ ബേത്ഫഗയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. ഓക്കെ, അടുത്ത ഭാഗം ഒന്ന് ഇടാവോ? യെസ്. നിങ്ങൾക്ക് ചേർന്ന് വായിക്കാമോ? എന്നോട് കൂടെ ചേർന്ന് വായിക്കാമോ? നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതിയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും, അവയെ അഴിച്ചുകൊണ്ടുവരുവിൻ. 3-ാമത്തെ വചനം വായിക്കാമോ? യെസ്. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവേ, തൽക്ഷണം അവർ അവയെ അയക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തുടർന്ന് ഒത്തിരി കാര്യങ്ങൾ അതിന്റെ പിന്നാലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന, ഈ പാം സൺഡേയിൽ കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശു കർത്താവിൻ്റെ യെരുശലേമിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജയപ്രവേശനം. യേശു കർത്താവ് യെരുശലേമിൽ ജയഭേരിയുമായിട്ട്, അല്ലെങ്കിൽ ജയം പ്രാപിച്ച ഒരു രാജാവിനെ പോലെ ഒരു രാജാവായിട്ട് യേശു കർത്താവ് യെരുശലേമിലേക്ക് പ്രവേശനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആ കഥയൊക്കെ നന്നായിട്ടറിയാം. യേശു കർത്താവ് അവിടേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന യേശു ഒരു കഴുതയുടെ പുറത്താണ് യാത്ര ചെയ്യുന്നത്. ആ കഴുതയുടെ പുറത്ത് കയറി അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ യേശുവിനെ കാണുകയും യേശുവിനെ സെലിബ്രേറ്റ് ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? അവിടെയുള്ള പനയോലകൾ എടുത്തുകൊണ്ട് അവരെ വീശുകയും, അതുപോലെ അവരുടെ ഉത്തരീയങ്ങൾ, അവരുടെ വസ്ത്രങ്ങൾ എടുത്ത് വഴിയിലേക്ക് വിരിച്ച്, ഇതാ യേശുവിന് കടന്നു പോകുവാനുള്ള നല്ലൊരു കാർപ്പറ്റ് പോലെ, ഒരു പരവതാനി പോലെ വഴിയിൽ അവർ വിരിക്കുന്നു. അതിലൂടെ യേശു കടന്നു പോകുന്നു. യേശു കടന്നു പോകുമ്പോൾ അവർ ഉറക്കെ ഹോശന്ന ഹോശന്ന എന്ന് പാടുന്നു. അതിനുശേഷം യേശു കർത്താവ് അങ്ങനെ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെയുള്ള അടുത്ത 5-6 ദിവസങ്ങൾ എന്നുള്ളത് യേശുവിൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ള, തൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന വളരെ നിർണായകമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു പിന്നീടുള്ള 5-6 ദിവസങ്ങൾ. പക്ഷെ അതിൻ്റെ തുടക്ക ദിവസമായിരുന്നു ആ ഞായറാഴ്ച, അഥവാ പാം സൺഡേ എന്ന് വിളിച്ചു പറയുന്ന മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണുന്ന ഈ ഒരു സംഭവത്തിൻ്റെ ദിവസം
എന്നുള്ളത്. എന്നാൽ ആ ദിവസം യേശു കർത്താവ് യെരുശലേമിലേക്ക് കയറി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ മുഴുവൻ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ഒരു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ വരികയാണെന്ന്, ഒരു രാഷ്ട്രീയ നേതാവ് വരികയാണെന്നാണ് അവർ ചിന്തിച്ചത്. അവരെ വിടിവിക്കുവാൻ സാധിക്കുന്ന, കാരണം ഹോശന്ന എന്നവർ ഉറക്കെ വിളിക്കുമ്പോൾ, ഞങ്ങളെ രക്ഷിക്കുക എന്നർത്ഥമുള്ള ആ വാക്ക് വിളിച്ചു പറയുമ്പോൾ അവർ ചിന്തിച്ചത് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു രാജാവ് ഇതാ വരികയാണ് എന്നവർ കരുതി. പക്ഷെ അത് തെറ്റിപ്പോയിരുന്നു. അതിനുശേഷം നമ്മളവിടെ കാണാൻ പറ്റുന്നത് ഈ പാം സൺഡേയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് അവിടെ സംഭവിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഈ ദിവസം 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചുവെങ്കിൽ അതുപോലെ ഒരു കാര്യം ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ് ചെയ്യും. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. അവിടെ നമ്മളൊരു വലിയ ആഘോഷം നമ്മളവിടെ കാണുന്നുണ്ട്. ആഘോഷത്തിനപ്പുറം ദൈവത്തിൻ്റെ ചില മർമ്മങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുണ്ട്. അതുമാത്രമല്ല, അവിടുത്തെ ആരാധന നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിപ്പോവും. ജനങ്ങളെല്ലാം ആർപ്പിടുകയാണ്, ആരവത്തിൻ്റെ ശബ്ദം അവിടെ ഉണ്ടാവുകയാണ്. അതുമാത്രമല്ല, അവർ പാം ലീവ്സ് അഥവാ ഈ കുരുത്തോലകൾ എടുത്തുകൊണ്ട് അവർ വീശുന്നു, അവരുടെ വസ്ത്രങ്ങൾ അവർ താഴെ വിരിക്കുന്നു. വലിയ ബഹളം, വലിയ കോലാഹലം, വലിയ ശബ്ദം, വലിയ നൃത്തം, ഇതൊക്കെ അവിടെ സംഭവിക്കുകയാണ്. പക്ഷെ അതിനപ്പുറമായിട്ട് യഥാർത്ഥ ആരാധന എന്താണ് എന്ന് കർത്താവ് പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ പാം സൺഡേയുടെ ആ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു രാജാവ് വരികയാണ്. അവർ ചിന്തിച്ച രാജാവ് അവരെ അതുവരെ റോമൻ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കീഴിൽ നിൽക്കുന്ന, അവരെ രക്ഷിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരിക്കും വരുന്നത് എന്നവർ പ്രതീക്ഷിച്ചു. എന്നാൽ കർത്താവിൻ്റെ പദ്ധതികൾ പലതും മനുഷ്യർ കണക്ക് കൂട്ടുന്നതിനപ്പുറമാണ്. എത്ര പേർ ചേർന്ന് ഒരു ആമേൻ പറയും? സെഖരിയാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 9-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കാണുന്നത്, സെഖരിയാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനത്തിൽ വരുമ്പോൾ, സീ യുവർ കിങ് കംസ് ടു യു, സിയോൻ പുത്രിയെ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, ഇതാ അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനായി, ബാക്കി വായിക്കാമോ, കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. നോക്കൂ, ഇതാ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കോൺസെപ്റ്റുകളിൽ നിന്ന്, അവരുടെ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജാവാണ് കയറി വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? കഴുതപ്പുറത്താണ് വരുന്നത്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നമ്മുടെ ചിന്തകൾക്കപ്പുറമായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എന്നാൽ ദൈവം ഇവിടെ, കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞത്? ഒരു രാജാവ് വരും. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, രാജാവ് വരും. പിന്നെ പറ, കഴുതപ്പുറത്ത് വരും, താഴ്മയിൽ വരും. എന്നാൽ 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇതാ അതുപോലെ തന്നെ ഒരു രാജാവ് കഴുതപ്പുറത്ത് താഴ്മയോടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. ജനങ്ങളെ കണ്ടുമുട്ടുവാൻ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഒരു വാഗ്ദാനം നൽകിക്കഴിഞ്ഞാൽ അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് പൂർത്തിയായിരിക്കും. ഹല്ലേലൂയ. സോ ദൈവം സംസാരിക്കുന്നത് ദൈവം പൂർത്തിയാക്കിയിരിക്കും. പക്ഷേ അത് നാം ചിന്തിക്കുന്ന സമയത്തല്ല, നമ്മുടെ സമയത്തല്ല, കർത്താവിൻ്റെ സമയത്തായിരിക്കും അത് പൂർത്തിയാക്കുന്നത്. അടുത്തിരിക്കുന്ന ആളോട് പറ, കർത്താവിൻ്റെ സമയത്തെ പൂർത്തിയാകത്തുള്ളൂ എന്ന് പറ. ഹല്ലേലൂയ. സോ ഗോഡ് ഈസ് നോട്ട് ജസ്റ്റ് സ്പീക്കിംഗ് പ്രോമിസസ്. ദൈവം ഒരിക്കലും ചുമ്മാ വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ല, മറിച്ച് ആ വാഗ്ദാനങ്ങളെ നിവർത്തിയാക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. പക്ഷെ ചില സമയത്ത് ഈ വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് നിവർത്തിയാകുന്നില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ സംശയം തോന്നിയേക്കാം. മറ്റൊന്നുമല്ല, ആരൊക്കെ ദൈവിക വാഗ്ദാനത്തിന്റെ സിസ്റ്റത്തിനകത്തേക്ക്, ആ ക്രമത്തിനകത്തേക്ക് കയറുമോ അവിടെയാണ് വാഗ്ദാനത്തിന്റെ നിവൃത്തി ഉണ്ടാകുന്നത്. ഒന്നുകൂടെ പറയാം, വാഗ്ദാനങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു സിസ്റ്റം ഉണ്ട്, ഗോഡ്സ് ഓൺ സിസ്റ്റം എന്ന് പറയും. ആ സംവിധാനത്തിനകത്തേക്ക് നമ്മൾ കയറിയാൽ മാത്രമേ വാഗ്ദാനങ്ങൾ നിവർത്തിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ചില സമയത്ത് വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ കയ്യിലൊന്നും കാണുന്നില്ലെന്ന് നമുക്ക് തോന്നൽ വരും. പക്ഷെ സംവിധാനത്തിനകത്ത്
അതിനകത്ത് കയറിയാൽ വാഗ്ദാനം നിവൃത്തിയാകും. ഉദാഹരണമായിട്ട് നിങ്ങളിൽ പല ആളുകൾക്കും നമ്മുടെ ഭക്ഷണ സംവിധാനമായിട്ടുള്ള ഒരു ഫുഡ് ചെയിൻ അഥവാ ഫുഡ് സർവീസ് അഥവാ ഒരു ഫുഡ് സിസ്റ്റം നിങ്ങൾക്കറിയാം. സ്വിഗ്ഗി ഓർ സൊമാറ്റോ തുടങ്ങിയിട്ടുള്ള ചില ഓൺലൈൻ ഫുഡ് സർവീസ് സിസ്റ്റത്തെ കുറിച്ച് നമുക്കറിയാം. അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ കൊച്ചുമക്കളോ ആരെങ്കിലും ഒക്കെ ഇന്ന ഭക്ഷണം വേണമെന്ന് നിങ്ങളോട് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ രാത്രി നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റിയില്ല, ഗസ്റ്റ് പെട്ടെന്ന് വരികയാണ്, ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ ഈ ഒരു ആപ്പ് അഥവാ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്പ് നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ബിരിയാണി എന്നടിച്ചു കഴിഞ്ഞാൽ പല എന്താ പറയുക ഹോട്ടലുകളുടെ ബിരിയാണിയും അതിനകത്ത് എന്ത് ചെയ്യും, തെളിഞ്ഞു വരും. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 150 രൂപയുടെ ബിരിയാണി വേണോ, 220 രൂപയുടെ ബിരിയാണി വേണോ, 250 രൂപയുടെ ബിരിയാണി വേണോ, 350 രൂപയുടെ മട്ടൻ ബിരിയാണി വേണോ. ഇത് നിങ്ങൾക്ക് അതിനകത്ത് ഏത് ബിരിയാണി വേണം, എന്തുകൊണ്ടുണ്ടാക്കിയ ബിരിയാണി വേണം, ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളത് സെലക്ട് ചെയ്യുമ്പോൾ ആ ബിരിയാണിയുടെ ഒപ്പം ഒരു പ്രത്യേക തുക കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ തുക അടയ്ക്കേണ്ട സ്ഥലത്ത് വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തിൽ നിന്ന് ആ പണം എന്ത് ചെയ്യാണ്, ആ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിലേക്ക്, ഈ ഒരു സ്വിഗ്ഗിയുടെ സിസ്റ്റത്തിലേക്ക് ആ പണം ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പക്ഷെ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ബിരിയാണി കാണുന്നില്ല. പക്ഷേ അതിനകത്തൊരു കാര്യം എഴുതി കാണിക്കും, 40 മിനിറ്റ് വെയിറ്റ്, 1 മണിക്കൂർ വെയിറ്റ്, 1.5 മണിക്കൂർ വെയിറ്റ്. ആ വെയിറ്റിംഗ് പീരിയഡ് കഴിയുമ്പോഴേ നിങ്ങളുടെ വീടിൻ്റെ പടിക്കൽ ബിരിയാണിയുടെ ബോക്സുമായിട്ട് അത് സെർവ് ചെയ്യുന്ന ഒരു ഡെലിവറി ബോയ് എത്തിച്ചേരത്തുള്ളൂ. ഇങ്ങനെയൊരു സിസ്റ്റം ബിരിയാണിക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി ഈ ഭൂമിയിലുണ്ടെങ്കിൽ, ഇതുപോലെ നിങ്ങൾ ഒരു വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അതിന് ഓർഡർ കൊടുത്ത് നിങ്ങൾ കാത്തിരിക്കുമ്പോൾ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ, 5 വർഷമായിട്ട് 10 വർഷമായിട്ട് 15 വർഷമായിട്ട് ഒന്നും കാണുന്നില്ലെന്ന് കരുതുമ്പോൾ ഓർക്കണം, നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരുന്നിട്ടില്ല, നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, വിശ്വാസം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാല ദിവസമുണ്ട്, കാലത്തിന്റെ കണക്കുണ്ട്. 20 മിനിറ്റിന്റെ, 40 മിനിറ്റിന്റെ, 1.5 മണിക്കൂറിന്റെ ഒരു സമയപരിധിയുണ്ട്. എന്നാൽ അവന്റെ തക്ക സമയത്ത് നിങ്ങളുടെ വീടിന്റെ പതിക്കൽ വിശ്വാസത്താൽ നിങ്ങളത് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വന്നിരിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ബിരിയാണിക്ക് വേണ്ടി കാത്തിരിക്കാൻ അറിയാമെങ്കിൽ, പറഞ്ഞ് ബിരിയാണിക്ക് വേണ്ടി കാത്തിരിക്കാൻ അറിയാമെങ്കിൽ ദൈവ വാഗ്ദത്തത്തിന് വേണ്ടിയും ഇതുപോലെ കാത്തിരിക്കണം. ചേർന്നൊരു ഹല്ലേലൂയ. ആമേൻ. സോ ഗോഡ് സിസ്റ്റം, വാഗ്ദാനങ്ങളിൽ ദൈവത്തിൻ്റെ സിസ്റ്റത്തോട് ലിങ്ക് ആവണം. ദൈവത്തിൻ്റെ സിസ്റ്റത്തോട്, ദൈവത്തിൻ്റെ സംവിധാനത്തോട് ചേർന്ന് നിന്നാൽ വാഗ്ദാനങ്ങൾ സമയത്ത് വന്നിരിക്കും. ദർശനത്തിനൊരു അവധിയുണ്ട്, പക്ഷെ അത് വന്നിരിക്കും. അതിൻ്റെ സമാപ്തിയിലേക്ക് അത് ബന്ധപ്പെടുകയാണ്. അത് വന്നിരിക്കും നിശ്ചയം. ആരൊക്കെയോ എനിക്ക് തോന്നുന്നു, ദൈവം എനിക്കൊരു വാഗ്ദാനം കിട്ടി പക്ഷെ ഒന്നും നടന്നിട്ടില്ലല്ലോ എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിന്റെ സിസ്റ്റത്തിനകത്ത് എത്ര മിനിറ്റാണ് ദൈവം കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടത് അത് കണ്ടു മനസ്സിലാക്കുക. ഹല്ലേലൂയ. ചില സമയത്ത് ജനങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റു പലതിനും ഭയങ്കര എളുപ്പമാണ്, പക്ഷെ കർത്താവിൻ്റെ സിസ്റ്റത്തിൽ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിടുതൽ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ നടക്കണം എന്ന് ആഗ്രഹിക്കും. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നമ്മുടെ സിസ്റ്റത്തിൽ വിടുതൽ നടക്കൂല. പറ, കർത്താവിൻ്റെ സിസ്റ്റത്തിലേ നടക്കത്തുള്ളൂ. ഇവിടെ ജനങ്ങൾ അങ്ങനെയാണ്. ജനങ്ങൾ ആഗ്രഹിച്ച ഒരു രാജാവ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? അവരെ പെട്ടെന്ന് വിടുവിക്കുന്ന ഒരു രാജാവ്, അവരെ പെട്ടെന്ന് രക്ഷിക്കുന്ന രാജാവ്, റോമൻ ഗവൺമെൻറ്റിനെയൊക്കെ തല്ലി ഓടിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു രാജാവ്, അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് തന്നെ ദൃശ്യമായിട്ട് കാണപ്പെടുന്ന ജയം നൽകുന്ന ഒരു രാജാവ്. അതാണ് ജനങ്ങൾ പ്രതീക്ഷിച്ച രാജാവ്. നമ്മുടെ സിസ്റ്റത്തിലല്ല, പറഞ്ഞേ,
കർത്താവിൻ്റെ സിസ്റ്റത്തിൽ കർത്താവിനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. ഹല്ലേലൂയ. നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കണം. ഞാൻ ചിന്തിക്കുന്ന പോലെ, ഞാൻ പറയുന്ന പോലെ, ഞാൻ ചെയ്യുന്ന പോലെ, അതുപോലെ ഒരു ദൈവം എനിക്ക് വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കണം. എന്നെ പോലെ ചെയ്യുന്നൊരു ദൈവം. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, അതിന് ദൈവം ചോട്ടാ ദൈവമല്ലെന്ന് പറ. ദൈവം ചോട്ടാ ദൈവമല്ല. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽസിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്, അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്. ഇത് തമ്മിൽ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്യണം. ദൈവത്തിൻ്റെ സിസ്റ്റത്തിനകത്തോട്ട് നമ്മൾ കയറണം. ആ സിസ്റ്റത്തിനകത്ത് കയറിയാലേ വാഗ്ദാനങ്ങൾ പൂർത്തിയാവുകയുള്ളൂ. ഹല്ലേലൂയ. ചില സമയത്ത് ആ സിസ്റ്റം നമുക്കങ്ങ് ഇഷ്ടപ്പെടില്ല. ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ ഒരു കുട്ടി ചെന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ എല്ലാം ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ആ കുട്ടിക്ക് വേണ്ട മരുന്ന് കൊടുക്കും. ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ആയിരിക്കാം, മറ്റേതെങ്കിലും മരുന്നുകളായിരിക്കാം. ഈ മരുന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര കയ്പ് രുചിയാണ്. നിങ്ങൾക്കറിയാലോ, മരുന്നിൻ്റെ രുചി നമുക്ക് ആർക്കും തന്നെ ഇഷ്ടമല്ല. ആ മരുന്നിൻ്റെ രുചി വളരെ കയ്പും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതാണ്. പക്ഷെ കുട്ടിയുടെ പ്രതീക്ഷ, വീട്ടിൽ നിന്ന് തന്നെ അമ്മ വിളിച്ചുകൊണ്ട് പോയത്, നമ്മൾ ഡോക്ടർ അമ്മാവനെ കാണാൻ പോവുകയാണ്, ഡോക്ടർ അമ്മാവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മാവൻ ചോക്ലേറ്റ് തരും, അതാ ഇതാന്നൊക്കെ പറഞ്ഞ കുട്ടിയെ എന്താ പറയുക പറഞ്ഞ് സമ്മതിപ്പിച്ചാണ് ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത്. കുട്ടി പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു ചോക്ലേറ്റ് കിട്ടും എന്നാണ്. പക്ഷെ കുട്ടിക്ക് കിട്ടിയത് എന്താണ്? കയ്പുള്ളൊരു മരുന്നാണ്. പക്ഷെ ആ മരുന്നിലൂടെയാണ് ഡോക്ടറിനറിയാം ഈ കുഞ്ഞിൻ്റെ അസുഖം മാറുന്നതെന്ന്. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ കാര്യത്തിൽ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോക്ലേറ്റുകളാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഘോഷങ്ങളാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന മാനുഷിക രീതിയിലുള്ള സന്തോഷമാണ്. എന്ന ദൈവം നൽകുന്നത് പ്രശ്നത്തിന് പരിഹാരമായ ചില വഴികളാണ് ദൈവം നൽകുന്നത്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, കർത്താവിൻ്റെ സിസ്റ്റത്തിലോട്ട് കയറിയാലേ ഈ കാര്യത്തിൽ കണ്ണു തുറക്കത്തുള്ളൂ. എത്ര പേർ ചേർന്നുറക്കി ഒരു ഹല്ലേലൂയ പറയും? എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും ചേർന്നുറക്കി ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സോ ഈ ഒരു എന്താ പറയുക, ഇതിനകത്ത് ഈ ഈ ഈ ഈ പാം സൺഡേയുടെ ദിവസം നമുക്ക് ഈ കഴുതപ്പുറത്തുകൂടെ ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, ഈ കഴുതയോടൊപ്പം ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഈ കഴുതയുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ബൈബിളിൽ ചില കാര്യങ്ങളൊക്കെ കഴുതയെ നോക്കി പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലൊരു കഴുതയുണ്ട്. ആർക്ക് പറയാം? ആർക്ക് പറയാം ആ കഴുത? ബിലയാമിൻ്റെ കഴുത അല്ലേ? ബിലയാമിനോട് ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് ദൈവികമായ വിഷയത്തിൽ ഒരു തിരുത്തൽ നടപ്പാക്കിയ ഒരു കഴുതയുണ്ട്, ബിലയാമിൻ്റെ കഴുത. ആ ബിലയാമിൻ്റെ കഴുത ബിലയാമിനോട് പറയുക, എന്താടോവേ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കാതെ ഇത്രയും നാൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചിട്ട് ഇപ്പം നീ ദൈവത്തിനെതിരെ നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച് ഒരു വലിയ പ്രവാചകനെ തിരുത്തിയ ഒരു കൊച്ചു കഴുത. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ദൈവത്തിന് പറയും കഴുതകളെയും ഉപയോഗിക്കാൻ പറ്റും. ഇനി ഒന്നുകൂടെ പറഞ്ഞ അപ്പുറത്തിരിക്കുന്ന ആളോട്, ദൈവത്തിന് കഴുതയായവരെ ഉപയോഗിക്കാൻ പറ്റൂ. കഴുതേനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇത്തിരി ചീപ്പാന്ന് ഓർക്കും. സത്യം പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി കഴുതയായവരെയാണ് കർത്താവിന് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഈ കഴുതയെ നമ്മൾ നോക്കുമ്പോൾ യേശു കർത്താവ് ആ കഴുതയുടെ പുറത്ത് കയറിയിരിക്കുകയാണ്. പക്ഷേ ഈ കഴുതയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കുറേ പാഠങ്ങളുണ്ട്. ഈ അടുത്ത ദിവസമൊക്കെ ന്യൂസ് പേപ്പറിലും മറ്റെല്ലായിടത്തും നമ്മൾ കണ്ടു, കഴുതയെ വളർത്തുവാൻ വേണ്ടി ഗവൺമെൻറ് പ്രത്യേകമായിട്ടുള്ള സബ്സിഡികൾ നൽകുന്നതിനെക്കുറിച്ചും കഴുതപ്പാലിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ചും 1 ലിറ്റർ കഴുതപ്പാലിന് കിട്ടുന്ന വിലയെക്കുറിച്ചും ഒക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വായിച്ചായിരുന്നോ? ഓക്കെ, പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയുകയാണ്, ബ്ലെസ്സിംഗ് ടുഡേയിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കുറച്ച് കഴുതകളെ വളർത്താൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. ഹല്ലേലൂയ. 1 ലിറ്റർ പാലിൻ്റെ വിലയിലല്ല അവിടെ ഇരിക്കുന്നത്, കർത്താവിന് വാഹനമേറ്റുന്ന അല്ലെങ്കിൽ അവൻ്റെ മഹത്വത്തെ ചുമക്കുന്ന കഴുതകൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയൂ?
ഞാൻ ആ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കർത്താവേ, നിനക്ക് വേണ്ടി കുറച്ച് കഴുതകളെ ഉണ്ടായി വരട്ടെ, നിനക്ക് വേണ്ടിയിട്ടുള്ളൊരു കഴുതയായിട്ട് ഞാനൊന്ന് മാറട്ടെ. ഈ ലോകത്തിന് കൊടുക്കുന്ന പാലല്ല, മറിച്ച് നിന്നെ വാഹനമേറ്റുന്ന, നിന്റെ കാര്യം ചുമക്കുന്ന ഒരു കഴുതയായിട്ട് ഞാൻ മാറട്ടെ എന്ന് ഞാൻ ആ ന്യൂസ് കണ്ടപ്പോൾ പ്രാർത്ഥിച്ചു. ഓക്കെ, സോ നമ്പർ 1, ചില ലെസൺസ് നമുക്ക് ഈ കഴുതയിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്പർ 1, ഗോഡ് യൂസസ് ദി ഓർഡിനറി. ദൈവം സാധാരണക്കാരെ ഉപയോഗിക്കുന്നു. ഒന്ന് ചേർന്ന് വായിച്ചേ. ദൈവം, ഒന്നുകൂടെ വായിക്കാമോ? ഹാ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് തിരഞ്ഞെടുത്ത ഈ കഴുതയുണ്ടല്ലോ, ഇത് ഒരു കുതിരയല്ലായിരുന്നു, ഒരു കഴുതയായിരുന്നു. സാധാരണ രാജാക്കന്മാർ തിരഞ്ഞെടുക്കുമ്പോൾ അവരെന്തിനെ തിരഞ്ഞെടുക്കണമായിരുന്നു? ആരെ തിരഞ്ഞെടുക്കണമായിരുന്നു? ഒരു കുതിരയെ തിരഞ്ഞെടുക്കണമായിരുന്നു. 2 തരത്തിലുള്ള രാജാക്കന്മാരുണ്ട്. ഒന്ന് വോർ കിങ്സ് എന്ന് പറയും, രണ്ടാമത്തത് പീസ് കിങ്സ് എന്ന് പറയും. ഒന്ന് യുദ്ധരാജാക്കന്മാരും രണ്ടാമത് സമാധാന രാജാക്കന്മാരും. യുദ്ധരാജാക്കന്മാർ എന്തിനാണ് വരുന്നത്? നാശം ചെയ്യാൻ വേണ്ടിയിട്ട്, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്, ശത്രുവിനെ തവിടുപൊടിയാക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധരാജാക്കന്മാർ വരുന്നത്. എന്നാൽ സമാധാന രാജാക്കന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? സമാധാന രാജാക്കന്മാർ വരുന്നത് ആ സിറ്റുവേഷനിൽ, അവിടെയുള്ള ആ സ്ഥിതിഗതികൾക്ക് ഒരു വലിയ മാറ്റമുണ്ടാക്കി, ആ വാക്കിൽ പറയുന്നത് പോലെ തന്നെ സമാധാനം സ്ഥാപിക്കാനാണ് സമാധാന രാജാക്കന്മാർ എത്തിച്ചേരുന്നത്. സോ ഇവിടെ നമ്മൾ കാണുന്നത് യേശു കർത്താവ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു കുതിരയല്ല, പിന്നെ ആരെയാണ്? ഒരു കഴുതയെ ആണ് യേശു കർത്താവ് എന്താ പറയുക വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ യേശു കർത്താവ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. വാടകയ്ക്ക് എടുത്തേക്കുക, ഒരു കഴുതയെ വാടകയ്ക്ക് എടുത്തിരിക്കുക. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, കഴുത എന്ന് പറയുമ്പോൾ ഒരു കഴിവുമില്ല, ബുദ്ധിയില്ല. കഴിവുണ്ട്, ചുമടൊക്കെ ചുമക്കും, പക്ഷെ ബുദ്ധിയില്ല, കാര്യഗൗരവമായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ജീവിയാണ് കഴുത എന്ന് പറയുമ്പോൾ. പക്ഷെ ദൈവം ചില സമയത്ത് അസാധാരണമായ പണികൾക്ക് വേണ്ടി, അസാധാരണമായ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി ദൈവം സാധാരണമായ ചിലതിനെയാണ് ഉപയോഗിക്കുന്നത്. ഈ അസാധാരണ പണിയുടെ ഈ മാസത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, അസാധാരണ പണികൾ നടപ്പിലാക്കുവാൻ ദൈവം സാധാരണമായ ചിലതിനെ ഉപയോഗിക്കും. ഒരു പെൻസിലിൻ്റെ കാര്യം നോക്കുക. ഒരു പെൻസിൽ കയ്യിലുള്ളപ്പോൾ അത് എത്ര വില കുറഞ്ഞൊരു കാര്യമാണ് അല്ലേ? അല്ലെങ്കിൽ അതിനെ കൊണ്ട് കാണുമ്പോൾ അയ്യോ ഇത് വളരെ ഒന്ന് കാര്യമായി ഒന്ന് പിടിച്ചൊടിച്ചാൽ അത് ഒടിഞ്ഞു പോകും, അതിന് വലിയ ശക്തിയില്ല, അതിന് വലിയ കാര്യങ്ങളില്ലെന്ന് തോന്നും. എന്നാൽ അത് എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിലേക്ക് ആ പെൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ആർട്ടിസ്റ്റ് അതുകൊണ്ട് കോറി ഇടുമ്പോൾ അതിനകത്ത് നിന്ന് ഉത്തമ കലാസൃഷ്ടികൾ ഉണ്ടാകുന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. ചില സമയത്ത് ഒരു പെൻസിലിനെ പോലെയാണ്. നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, നമുക്കതിനോട് ഒന്നും ചെയ്യാനുള്ള ശക്തിയില്ല എന്ന് തോന്നും. പക്ഷെ കർത്താവിൻ്റെ കയ്യിൽ ഞാനും നിങ്ങളും ആയി കഴിയുമ്പോൾ അവിടെയാണ് സാധാരണമായ കാര്യങ്ങൾ അസാധാരണമായ കാര്യത്തിൽ മാറ്റപ്പെടുന്നത്. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുൻപ് വെറും ഓർഡിനറി ആയി കിടന്ന പല ആളുകളും ഇന്ന് എക്സ്ട്രാ ഓർഡിനറിയായി, അസാധാരണമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവത്താൽ നടത്തപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പെൻസിലായിട്ടായി ഇരുന്നതെങ്കിലും കർത്താവിൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായതുകൊണ്ടാണ്. ഇന്ന് തന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ശക്തിയില്ലെന്ന് നിങ്ങൾ പറയുമ്പോഴും, എനിക്ക് കഴിവില്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും, കർത്താവിൻ്റെ കയ്യിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി തീരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം എപ്പോഴും സാധാരണക്കാരിലൂടെ പ്രവർത്തിക്കാൻ ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിന് അസാധാരണമായിട്ട് പ്രവർത്തിക്കുന്ന, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, വളരെ കഴിവുകളുള്ള, വലിയ വലിയ മിനിസ്ട്രിയുള്ള ഇവരിലൂടെയൊക്കെ പ്രവർത്തിക്കാൻ ദൈവത്തിന് വലിയ ആഗ്രഹമുള്ളപ്പോൾ തന്നെ, അല്ലെങ്കിൽ ദൈവം അവരിലൂടെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ദൈവം കൂടുതലും സാധാരണക്കാരായ ആളുകളെ കർത്താവ് ഉപയോഗിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, കഴുതയെ പോലെ ആകാമെങ്കിൽ, സാധാരണക്കാരനെ പോലെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ചേർന്നൊരു ആമേൻ പറഞ്ഞാലും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 29 വരെയുള്ള വേദവചനങ്ങളിലേക്ക് നമ്മളിപ്പോൾ വായിക്കാൻ പോകുകയാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം
1-ാം അധ്യായം അതിൻ്റെ 27, 28, 29 വചനഭാഗങ്ങൾ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. നോക്കൂ, അവിടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ലിസ്റ്റ് കർത്താവ് പറയുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ഒന്ന് ഫൂളിഷ് തിങ്, അല്ലെങ്കിൽ എന്താ പറയുക, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത്, ഫൂളിഷ് തിങ്സ്, അത് ടു ഷെയിം ദ വൈസ്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ജ്ഞാനമില്ലാത്തതിനെ കർത്താവ് തിരഞ്ഞെടുത്തു. പഠിപ്പില്ലാത്തവരെ കർത്താവ് തിരഞ്ഞെടുത്തു. എന്ന് വെച്ചാൽ 12 ശിഷ്യന്മാരെ, അപ്പസ്തോലന്മാരെയൊക്കെ ഒന്ന് ആ ഗണമൊക്കെ ഒന്ന് ഓർക്കുക. പഠിപ്പില്ലാത്തവരെ കർത്താവ് പഠിപ്പുള്ളവരുടെ മുകളിലാക്കി വെച്ചു. ഇതൊക്കെ നമുക്ക് കർത്താവിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ചില മർമ്മങ്ങളാണ്. എന്തിനാ കർത്താവ് അങ്ങനെ ആക്കി വെച്ച്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ എന്തിനാ ദൈവം ഇങ്ങനെയൊക്കെ ആക്കി വെച്ചേക്കുന്നത് എന്ന് പ്രാർത്ഥനയിൽ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പദ്ധതികളാണ്. ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഹല്ലേലൂയ. അപ്പോൾ പഠിപ്പില്ലാത്തവരെ ദൈവം അവിടെ ആക്കി വെച്ചതായിട്ട് കാണാം. Then God chose the weak things for the world to shame the strong. ബലഹീനമായിട്ടുള്ള ചിലതിനെ എന്തിനു തോൽപ്പിക്കാൻ വേണ്ടി, ലജ്ജിപ്പിക്കാൻ വേണ്ടി, അതിന് വിപരീതമായിട്ട് ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ദെൻ അവിടെ നമ്മൾ കാണുമ്പോൾ ഏറ്റവും കുറഞ്ഞതിനെ, നികൃഷ്ടമായതിനെ, കുലഹീനമായതിനെ, വലിയ കണക്കുകളും പാരമ്പര്യങ്ങളും പറയാനില്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. ഇതാണ് ദൈവം സാധാരണക്കാരിലൂടെ പ്രവർത്തിക്കുന്നു. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, കഴുതയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാഠമാണ് ദൈവം സാധാരണക്കാരിലൂടെ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ചില സമയത്ത് നമ്മൾ ഓർഡിനറി പീപ്പിൾ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഓർഡിനറി ആയിട്ടുള്ള സാധാരണ കാര്യങ്ങൾ, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള വളരെ പരിമിതമായിട്ടുള്ള ചില കഴിവുകളും ചില കാര്യങ്ങളും മാത്രം നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സംശയം വരും. എൻ്റെ ദൈവമേ, നീ എന്നെ ഉപയോഗിക്കൂ എന്നൊക്കെ പറയുന്നു, അതൊക്കെ ശരിയാണ്, പക്ഷെ നീ എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നതെന്ന് ആദ്യം എനിക്കൊന്ന് വെളിപ്പെടുത്തിത്താ, എന്നിട്ട് ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെക്കാം. അങ്ങനെ കർത്താവ് ഒരിക്കലും ചെയ്യില്ല. കർത്താവ് അങ്ങനെ ചെയ്യുന്ന മണ്ടനൊന്നുമല്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കർത്താവിന് ഒരാളെ ഉപയോഗിക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് ചോദ്യം ചെയ്യാതെ ഒരു കഴുതയെ പോലെ ഞാൻ സാധാരണക്കാരിയാണ്, സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നിടത്ത് മാത്രമേ കർത്താവിന് ആ വ്യക്തിയെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ചില സമയത്ത് നമ്മൾ ചിന്തിക്കും, അതിൻ്റെ തെളിവെന്താണ്? കർത്താവ് എന്നെ ഉപയോഗിക്കുമെന്ന് പറയുന്നു, കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നു, കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ വിശാലമാക്കുമെന്ന് പറയുന്നു. അതിൻ്റെ തെളിവെന്താണ്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, തെളിവ് ചോദിക്കാൻ നിങ്ങൾ ഒരിക്കലും ഒന്നും ആയിട്ടില്ല. ദൈവത്തിൻ്റെ അടുക്കൽ തെളിവുകൾക്കല്ല ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ, അവന് പ്രതിഫലം കിട്ടണമെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന കാര്യവുമായിട്ട് മാത്രമേ അവനെ സമീപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഫെയ്ത്ത് ഈസ് ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ ബിഫോർ എവിഡൻസ് ഷോ അപ്പ്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് തെളിവുകൾ ഉണ്ടാകുന്നതിന് മുന്നമേ തന്നെ ദൈവത്തെ പിൻഗമിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ആദ്യം തെളിവുകളൊന്നും ഉണ്ടാവത്തില്ല. ദൈവത്തെ അങ്ങ് പിൻഗമിക്കണം, കണ്ണുമടച്ചങ്ങ് പോകണം, എങ്കിൽ മാത്രമാണ് കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഓർക്കാം, ഒത്തിരി ആളുകൾ പറയുന്നത്, ദൈവമേ നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെ അനുസരിക്കാം, ഈ കാര്യങ്ങളൊക്കെ നീ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ദൈവവേല ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നീ എൻ്റെ പ്രാർത്ഥന പോലെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി ഇന്നതുപോലെയൊക്കെ ചെയ്തു കൊള്ളാം. അങ്ങനെയല്ല. വിശ്വാസം എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ടാകുന്നതിനേക്കാൾ മുൻപെടുക്കേണ്ട സ്റ്റെപ്പാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ചില ആളുകൾ ചിന്തിക്കും, എനിക്ക് ജോലി കിട്ടി, എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ വീട് വെച്ച് എല്ലാം സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. ഒരിക്കലും അത് സംഭവിക്കണമെന്നില്ല. നിങ്ങൾക്ക് ജോലിയും കിട്ടും, നിങ്ങളുടെ കല്യാണവും നടക്കും, നിങ്ങളുടെ വീടും ഉണ്ടാകും, നിങ്ങൾ സെറ്റിലുമാകും. പക്ഷെ കർത്താവിന് വേണ്ടി ചെയ്യാൻ നിങ്ങൾക്ക് അന്ന് സാധ്യമാകണമെന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഇതൊന്നുമില്ലാത്ത കാലത്ത് നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാമെന്ന് ആ 2 ദിവസത്തെ ഗ്യാപ്പ് കർത്താവിന് വേണ്ടി കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ അതോടൊപ്പം നിങ്ങളുടെ ജോലിയെയും നിങ്ങളുടെ വെള്ളത്തെയും നിങ്ങളുടെ അപ്പത്തെയും അനുഗ്രഹിക്കുന്ന ദൈവം ആ നിങ്ങളുടെ ജീവിതത്തെയും അവൻ അനുഗ്രഹിച്ചിരിക്കും.
മറ്റ് പലപ്പോഴും സെറ്റിലാകില്ല എന്ന് ഞാൻ പറയില്ല, സെറ്റിലാകും. പക്ഷെ കർത്താവിന് വേണ്ടി അന്ന് പ്രയോജനപ്പെടാൻ സാധിക്കണമെന്ന് പറയുന്നതിൽ ഒരു സംശയമുണ്ട്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, അതുകൊണ്ട് സാധാരണക്കാരെ ഉപയോഗിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഒരിക്കലും എക്സ്ട്രാ ഓർഡിനറി ഉളവായി വരുന്നതിന് വേണ്ടി കാത്തിരിക്കരുത്. ഇപ്പോഴുള്ള ഓർഡിനറി കണ്ടീഷനിൽ തന്നെ കർത്താവിൻ്റെ കയ്യിലേക്ക് നിങ്ങളെ കൊടുക്കുക. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? അതുകൊണ്ട് ദൈവം എപ്പോഴും ഓർഡിനറി ആളുകൾ ഉപയോഗിച്ചു. ദാവീദിനെ നോക്കൂ, അവൻ ആരാലും അറിയപ്പെടാതെ ഒരു വനം പ്രദേശത്ത് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ സാധാരണക്കാരനായി അവനെ, അൺനോണായിട്ട് അറിയപ്പെട്ടിരുന്ന അവനെ കർത്താവ് ഉപയോഗിച്ചു. ഗിദെയോനെ നോക്കൂ, ഏറ്റവും ബലഹീനനായിട്ട്, കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ ഡാമിൻ ഇവിടെ അത് അഭിനയിച്ച് കാണിച്ചു അല്ലേ, ഏറ്റവും ബലഹീനനായിട്ട് ശത്രുക്കൾ കാണാതെ മെതിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ. അവനെ പരാക്രമശാലി എന്ന് കർത്താവ് വിളിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ അവൻ മുന്തിരിച്ചക്കിനരികെ, കഴിഞ്ഞ ആഴ്ച പുൾപിറ്റിന് താഴെ പാസ്റ്റർ ഒളിച്ചു നിന്നു. ഇതുപോലെ ഒളിച്ച് ആരും കാണാതെ, ഫെലിസ്ത്യർ കാണാതെ ഒളിച്ചു നിന്ന് എൻ്റെ കാര്യം ചെയ്ത് ഞാൻ പോവുകയാ എന്ന് പറഞ്ഞ്, എൻ്റെ കാര്യം മാത്രം, ബാക്കി ആരുടെയും കാര്യം നോക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്താണ് ദൈവം അവനെ നോക്കി പരാക്രമശാലി എന്ന് വിളിച്ചത്. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നോക്കി ഞാനും അതുപോലെ വിളിക്കുകയാണ്. നിങ്ങളൊരു സാധാരണ വ്യക്തിയായിരിക്കാം, പക്ഷേ അസാധാരണ കാര്യങ്ങൾ ചെയ്യുവാനുള്ള പരാക്രമം, ആ ശക്തി, ആ ബലം, ആ അഭിഷേകം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. മോശയെ നോക്കൂ, വെറും വിക്കനായിട്ടുള്ള ഒരു മനുഷ്യൻ, യാതൊരുവിധ ക്വാളിഫിക്കേഷനുമില്ല. പക്ഷെ കർത്താവ് അവനെ, സാധാരണക്കാരനായിരുന്നു അവനെ, കാരണം അവൻ അസാധാരണ വ്യക്തിയായിരുന്നു അതിന് മുന്നൊക്കെ. പക്ഷേ വിക്കൊക്കെയായി, എല്ലാം നഷ്ടപ്പെട്ട്, പദവികളൊന്നുമില്ലാതെ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുമ്പോൾ അവനെ കർത്താവ് ഉപയോഗിച്ചു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള ആരൊക്കെയോ ജീവിതത്തിൽ ഏതൊക്കെയോ മേഖലകളിൽ എല്ലാം നഷ്ടപ്പെട്ട് അലഞ്ഞ് നടക്കുന്ന പോലുള്ള സിറ്റുവേഷനിൽ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്, നിന്നെ തകർത്ത് കളഞ്ഞത് കർത്താവല്ല. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇത് അസാധാരണമായ ഒരു കാര്യത്തിനു വേണ്ടി, ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ ഒരു കാര്യത്തിനു വേണ്ടി. ഇവിടെ ഇരിക്കുന്ന ചില ആളുകളിൽ നിങ്ങളുടെ ഫീൽഡിൽ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്ത അസാധാരണ കാര്യത്തിനു വേണ്ടി, ഒരുപക്ഷെ നിങ്ങളുടെ ഓഫീസിൽ ആരും ചെയ്തിട്ടില്ലാത്ത അസാധാരണ കാര്യത്തിനു വേണ്ടി, ഈ മിനിസ്ട്രിയിൽ ആരും ചെയ്തിട്ടില്ലാത്ത അസാധാരണ കാര്യത്തിനു വേണ്ടി ദൈവം ആരൊക്കെ ഉപയോഗിക്കാൻ പോകുകയാണ്. കൈകളൊന്ന് ഉയർത്തിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലോബ ഷറബ, അല്പ നിമിഷങ്ങൾ അന്യഭാഷയിലൊന്ന് സ്തുതിക്കാൻ തുടങ്ങി. എനിക്കറിയാം ദൈവം ആരൊക്കെയോ അസാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പക്ഷേ ഇങ്ങനെ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ആത്മാവിൽ ചലനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൽ ചലനങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. നോക്കൂ, തള്ളപ്പെട്ടവനെ കൊട്ടാരത്തിനകത്ത് കയറ്റിയൊരു ദൈവമുണ്ട്. ഒരു സാധാരണക്കാരനായിട്ട് പൊട്ടക്കിണറ്റി കിടന്നവനെ കൊട്ടാരത്തിനകത്ത് കയറ്റിയൊരു ദൈവമുണ്ട്. ഒരു നിമിഷം കണ്ണൊന്ന് അടച്ചിട്ട് കർത്താവിനോട് കൈയൊന്ന് ഉയർത്തി, വലത്തെ കൈയൊന്ന് കർത്താവിനോടൊന്ന് ഉയർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞ, കർത്താവേ, ഞാൻ എൻ്റെ ഫീൽഡിൽ, എൻ്റെ സ്ഥലത്ത് ഞാനൊരു സാധാരണ വ്യക്തിയാണ്. ഒരു സാധാരണ വ്യക്തിയായിട്ട് ആളുകളും എന്നെ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആളുകളും എന്നോട് സംസാരിക്കുന്നത് അങ്ങനെയാണ്. പലരും എനിക്ക് വില നൽകുന്നില്ല കർത്താവേ. എൻ്റെ ഫീൽഡിൽ ഞാൻ ഒന്നും ആയില്ല. ഞാനൊരു സാധാരണ വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഹോ ജീസസ്, ഞാൻ ആത്മാവിൽ കാണുകയാണ്, അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ചിലരെ കർത്താവ് ചിലതിൻ്റെ, ഓ ജീസസ്, ബൈബിളിലൊരു വചനമുണ്ടല്ലോ, യാക്കോബ്, അവൻ അലഞ്ഞ് തിരിഞ്ഞ് നടന്നവനാ. പക്ഷെ കർത്താവ് അവനെ അങ്ങ് മാനിച്ചു, ഒരു മഹാധനികനാക്കി അവനെ അങ്ങ് തീർത്തു. ഹാഗാരെ, നീയും ഇതുപോലെ മരുഭൂമിയിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക. ഇനി വെള്ളമില്ല, എൻ്റെ കുഞ്ഞ് ചാകാൻ പോകുക, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ആരൊക്കെയോ. പക്ഷേ ഇന്ന് കൈകളൊന്ന് രണ്ടും ഉയർത്തിപ്പിടിക്കാമോ? ഓ
ചേർന്ന് പാടാമോ? യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, ഹാഗാരിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, ഞാൻ അലഞ്ഞപ്പോൾ, പോലെ ഞാൻ വലഞ്ഞപ്പോൾ, ഹാഗാരിനെ യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, ഹാഗറിനെ പോലെ ഞാൻ വലഞ്ഞപ്പോൾ, മരുഭൂമിയിലെനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിലെനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. തലയ്ക്കുള്ളിലെ കൈകളടിച്ച് ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഈ പാട്ടിന്റെ വരികൾ ഞാൻ വിശ്വസിക്കുന്നത്, ഇത് വരും പാടുമ്പോൾ തന്നെ എൻ്റെ കണ്ണൂടെ നിറയുന്നുണ്ട്. ഈ വരികൾ ഞാൻ വിശ്വസിക്കുന്ന അടുത്ത 5 വർഷത്തിനകത്ത് നിങ്ങളുടെ ശക്തമായ ഒരുപക്ഷെ ഉന്നതന്മാർ നിൽക്കുന്ന വേദികളിൽ ഈ പാട്ടിന്റെ വരികൾ നിങ്ങൾ പറയും. മീഡിയയുടെ മുൻപിൽ നിങ്ങൾ ഈ പാട്ടിന്റെ വരികൾ പറയും. നടത്തിയ വിധങ്ങൾ, കൊണ്ടുവന്ന ഇടങ്ങൾ, ഒരിക്കൽ കൂടെ ചേർന്ന് പാടാമോ? ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിലെനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിലെനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ചേർന്ന് പാടാമോ? ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ചേർന്നുറക്കൊരു വലിയ ഹല്ലേലൂയ. ദയവായി അതത് സ്ഥലങ്ങളിരുന്നാലും പാഠം 2, രണ്ടാമത്തെ പാഠമാണ് ഗോഡ് കോൾസ് വാട്ട് ഈസ് അൺടേംഡ്. ദൈവം മെരുങ്ങാത്തവരെ ഉപയോഗിക്കുന്നു അഥവാ വിളിക്കുന്നു. മെരുങ്ങാത്തത് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും. കാരണം നമ്മൾ വീട്ടിലൊക്കെ നമ്മുടെ കീഴിലുള്ള ആളുകളോട് നമ്മൾ പറയുന്നൊരു വാക്കാണ്, എന്താണ് മെരുങ്ങാത്തത്, എന്താണ് ഒതുങ്ങാത്തത്, എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് വരാത്തത്. സ്കൂളുകളിൽ അത് കേൾക്കാറുണ്ട്, പലയിടത്തും നമ്മളതൊരു കേൾക്കുന്ന വാക്കാണത്. മത്തായിയുടെ സുവിശേഷം തന്നെ 21-ാം അധ്യായം അതിൻ്റെ 2-3 വചനങ്ങൾ നമ്മൾ വായിച്ചല്ലോ. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ കാണുന്ന ആ വചനം എന്താ? പെൺകഴുതിയെയും കുട്ടിയെയും ഉടനെ കാണും, അത്രയും മാത്രമേ അവിടെയുള്ളൂ. പക്ഷെ അത് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം
അതിലേക്ക് വന്നാലും ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ്? നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. Okay, the Bible says the colt had never been ridden. അത് ഒരിക്കലും എന്താ പറയുക, മുന്നോട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ ആരും തെളിച്ചിട്ടില്ലാത്ത, ആരും കയറിയിട്ടില്ലാത്ത എന്ന് പറഞ്ഞാൽ ആരും ഇന്ന് വരെ തെളിച്ചിട്ടില്ലാത്ത, ആരും തെളിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. സാധാരണ ഒരു കുതിരയെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തെളിക്കാവുന്ന പരുവത്തിൽ അതിനെ മെരുക്കിയെടുക്കണം. ഒരാനയാണെങ്കിൽ ആനക്കൂട്ടിലിട്ട് അതിനെന്ത് ചെയ്യും? ആനയെ മെരുക്കിയെടുക്കും. അതുപോലെ തന്നെ കഴുതയാണെങ്കിലും കഴുതയെ ഉപയോഗിക്കാനുള്ള പരുവത്തിലേക്ക് അതിനെ മെരുക്കിയെടുക്കണം. എന്നാൽ ഇവിടെ പറയുന്നു, അങ്ങനെ മെരുക്കിയെടുക്കാത്ത ഒന്നിനെ അഴിച്ചു കൊണ്ടുവരാനാണ് പറഞ്ഞേക്കുന്നത്. ഈ കഴുതയെ സംബന്ധിച്ചിടത്തോളം മെരുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ മെരുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മെരുക്കുമ്പോൾ ആ യജമാനൻ്റെ ഇഷ്ടത്തിലേക്ക്, അതിൻ്റെ താളത്തിലേക്ക്, ആ യജമാനൻ്റെ ഭാഷ, അതുപോലെ തന്നെ ആ യജമാനൻ്റെ ശരീരഭാഷ, ഇതൊക്കെ മനസ്സിലാകുന്ന തലത്തിലേക്ക് അതിനെ മെരുക്കിയെടുക്കുന്ന സമയത്ത് അതിന് ധാരാളം ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വരും. ആ ഒരു അച്ചടക്ക നടപടിയിലൂടെ പോകുമ്പോൾ അതിൻ്റെ ശരീരം വേദനിക്കുന്ന, മനസ്സ് വേദനിക്കുന്ന ഒത്തിരി പ്രക്രിയയിലൂടെ അത് കടന്നു പോകേണ്ടതായിട്ട് വരും. അതൊരു തകർക്കപ്പെടാത്ത ഒരു രൂപത്തിലായിരിക്കും. മെരുക്കിയെടുക്കുമ്പോൾ തകർക്കപ്പെട്ട ഒന്നായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അതായത് അതിൻ്റെതായ എന്താ പറയുക, അതിൻ്റെ മനോഭാവങ്ങളെ, അതിൻ്റെ കാടത്വത്തെ, വൈൽഡ് നേച്ചറിനെ, ഇതിനെയൊക്കെ തകർത്ത് പണിത് ഒരുക്കിയെടുത്തതായിരിക്കും എന്ത്? മെരുക്കിയെടുത്ത ഒരു ജീവി അഥവാ ഒരു മൃഗം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കൂ, അത് അൺബ്രോക്കൺ ആണ്, അല്ലെങ്കിൽ അതിന് തകർക്കപ്പെടാത്ത, അല്ലെങ്കിൽ അതിനെ ശരിയാക്കി പാകപ്പെടുത്താത്ത ഒരു രൂപത്തിലുള്ള കഴുതയുടെ പുറത്താണ് കർത്താവ് അതിനെയാണ് കർത്താവ് സെലക്ട് ചെയ്തത്. അടുത്ത് നോക്കൂ, അൺടെസ്റ്റഡ്, അതിനെ പരിശോധിച്ച് അത് ഓക്കെ ടെസ്റ്റ് അടിക്കാത്തതാ. ഹല്ലേലൂയ. ഓക്കെ ടെസ്റ്റ് കൊടുക്കാൻ പറ്റാത്ത ആളാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ പല ഉപകരണങ്ങളും വാങ്ങുമ്പോൾ അതിനകത്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക സ്റ്റിക്കർ കാണും. അതിൻ്റെ അർത്ഥം അതൊരു പ്രാവശ്യം ആ കമ്പനി അതിൻ്റെ ടെസ്റ്റിലൂടെ കടത്തി വിട്ടിട്ട് ഓക്കെ ടെസ്റ്റ് അടിച്ചതാണ്. കാറുകളൊക്കെ, പുതിയ കാർ കമ്പനികൾ പുറത്തിറക്കുമ്പോൾ അവർ ഓക്കെ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പല ടെസ്റ്റ് ഡ്രൈവുകളും അവർ ചെയ്യാറുണ്ട്. ചിലതിൻ്റെ മുകളിലേക്കൊക്കെ കയറ്റി ഇടിപ്പിക്കും. അങ്ങനെയൊക്കെ ഇടിക്കുമ്പോഴാണ് അതിൻ്റെ എയർ ബാഗൊക്കെ എത്ര തീവ്രമായിട്ടും അല്ലെങ്കിൽ എത്ര ശക്തമായിട്ടും പ്രവർത്തിക്കും, അതിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് മെഷർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ ടെസ്റ്റ് ചെയ്യാത്ത ഒന്നാണ് ഈ ഒരു മൃഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺയൂസ്ഡ്, ആരും ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ല, അതായത് ആരുടെയും കൈക്കീഴിലൂടെ ഒരു പരിശീലനത്തിലൂടെ കടന്നു പോയിട്ടില്ലാത്ത വെറും ഒരു കഴുത. എന്നിട്ടും കർത്താവ് അതിനെ എടുത്തു. ഹല്ലേലൂയ. കർത്താവ് എപ്പോഴും നോക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള, തികവുള്ള ആളുകളെല്ലാം കർത്താവ് നോക്കുന്നത്. മറിച്ച് അഴിച്ചോണ്ട് വാ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഇറങ്ങി വരുത്ത ഒരുത്തനുണ്ടോ, അവനെയാണ് കർത്താവിന് വേണ്ടത്. ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റ് മാർക്ക്, ഓക്കെ ടെസ്റ്റ് മാർക്ക് കിട്ടാത്തവരായിരിക്കാം പല മേഖലകളിലും. പക്ഷെ കർത്താവിന് നിങ്ങളെ ഉപയോഗിക്കാനുണ്ട്. ഹല്ലേലൂയ. ഒരു പക്ഷേ പ്രായത്തിൻ്റെ കണക്ക് പറയുമ്പോൾ ഓക്കെ ടെസ്റ്റ് മാർക്ക് കിട്ടാത്ത ചില ആളുകൾ ഇവിടെ കണ്ടേക്കാം. പക്ഷെ എന്നാലും ഈ പ്രായത്തിലും നിങ്ങളെ രൂപപ്പെടുത്തി അവൻ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. എത്ര പേർ ചേർന്നുറക്കിയൊരു ഹല്ലേലൂയ പറയും? അതുകൊണ്ട് ദൈവത്തിന് എപ്പോഴും അൺടൈംഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മെരുക്കാത്ത ആളുകളെ ഉപയോഗിക്കാനുള്ള ഒരു പ്രത്യേക സിദ്ധിയുണ്ട്. നമ്മളാണെങ്കിൽ നമ്മുടെ ഓഫീസിലൊക്കെ ഒരു ജോലിക്ക് ഒരാളെ എടുക്കുമ്പോൾ നമ്മൾ പറയും അവരുടെ ആപ്ലിക്കേഷൻ ഫോം നൽകാൻ പറയും. അവരുടെ ആപ്ലിക്കേഷൻ ഫോം നൽകുമ്പോൾ മിനിമം എന്താ പറയുക, ഓഫീസ് സ്റ്റാഫായിട്ട്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫായിട്ട്, അത് നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും മിനിമം ഡിഗ്രി എങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അടുത്ത ചില സ്ഥലങ്ങളിൽ അവർക്ക് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും, അല്ലേ? പക്ഷെ കർത്താവ് എപ്പോഴും ഇങ്ങനെ മെരുങ്ങാത്ത, എക്സ്പീരിയൻസ് ഇല്ലാത്ത, വലിയ കഴിവൊന്നും പറയാനില്ലാത്ത, ടെസ്റ്റ് മാർക്ക് കൊടുക്കാൻ സാധിക്കാത്ത, ഓക്കി അടിക്കാൻ സാധിക്കാത്തവരെ എടുത്തു പരിശീലിപ്പിക്കുന്നതിൽ കർത്താവിന് ഒരു പ്രത്യേക സിദ്ധി തന്നെയുണ്ട്.
ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറ. ഹല്ലേലൂയ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ കർത്താവ് എടുത്തിരിക്കുന്നത് എന്താ പറയുക, ഇതുവരെ കയറിയിട്ടില്ലാത്ത, മെരുങ്ങാത്ത, പരിശീലനത്തൂടെ പോകാത്ത ഒരു കഴുതയെ എടുത്തെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ശരിയായ വിധത്തിൽ നിങ്ങൾ പരിശീലിക്കപ്പെട്ടിട്ടില്ല, ശരിയായ രീതിയിലുള്ള സ്കില്ലുകൾ എനിക്കില്ല, ശരിയായ കഴിവുകൾ എനിക്കില്ല എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ പറയുന്നുണ്ടെങ്കിലും, ഇതാ കർത്താവേ, ഞാൻ നിന്റെ കയ്യിൽ ഒരു പെൻസിൽ കണക്കെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ, എവിടെയാണ് നിങ്ങളെ കർത്താവിന് ഉപയോഗിക്കേണ്ടത്, അവിടെ കർത്താവ് നിങ്ങളെ മെരുക്കിയെടുത്ത് അവൻ നിങ്ങളെ ഉപയോഗിച്ചിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, കർത്താവേ, ഒരു ബിസിനസ് ചെയ്യുന്ന കാര്യത്തിലുള്ള മെരുക്കമൊന്നും എനിക്കില്ല, ഒരു കുടുംബജീവിതം നയിക്കാനുള്ള മെരുക്കമൊന്നും എനിക്കില്ല, ഒരു നല്ല ടീച്ചർ ആവാനുള്ള മെരുക്കമൊന്നും എനിക്കില്ല, നല്ല രീതിയിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള മെരുക്കമൊന്നും എനിക്കില്ല, നന്നായി പഠിക്കാനുള്ള മെരുക്കം അതൊന്നും എനിക്കില്ല, ആ കഴിവുകളൊന്നും ജന്മന എനിക്കില്ല. ഇത് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ പാം സൺഡേയിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കാമെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ധൈര്യമായിട്ട് പറയുകയാണ്, ഉറപ്പായിട്ട് പറയുകയാണ്, അവന്റെ കൈക്കീഴിൽ നിങ്ങൾ ഏറ്റവും മികച്ച ഒരു വ്യക്തിയായി മാറും. ഹല്ലേലൂയ. ഞാനത് ആത്മാവിൽ കാണുകയാണ്, ഞാനതെൻ്റെ ആത്മാവിൽ കാണുകയാണ്. ബ്ലെസ്സിംഗ് ടുഡേക്കകത്ത് നിന്ന് വലിയ കഴിവുകളുടെ കണക്കുകൾ പറയുന്നവരല്ല, കഴിവുകൾ ഇല്ലാഞ്ഞിട്ട് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നവരുടെ കഥകൾ ഇത് മിറക്കിൾസ് ടുഡേയിൽ കേൾക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എപ്പോഴും മനസ്സിലാക്കുക, മെരുങ്ങാത്ത ഒരു കുതിരയാണെങ്കിലും നല്ലൊരു സ്കിൽഡ് ആയിട്ടുള്ളൊരു റൈഡർ ഉണ്ടെങ്കിൽ, വളരെ കഴിവുള്ളൊരു റൈഡർ ഉണ്ടെങ്കിൽ, അവൻ പുറത്ത് കയറിയിരുന്നാൽ അവൻ്റെ കയ്യിൽ കടിഞ്ഞാണില്ലേൽ പോലും അവൻ അതിനെ കറക്റ്റ് ഒരു വല്ലഭനും പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ അവനൊരു വിരൽ കൊണ്ട് അതിനെ ശരിയായ വിധത്തിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത് പോലെ, വലിയ സ്കില്ലുകൾ പറയാനില്ല, മെരുക്കം പറയാനില്ല, എക്സ്പീരിയൻസുകൾ പറയാനില്ല, പക്ഷെ നിന്റെ കർത്താവിന് അവൻ്റെ ഒരു വിരൽ തൊട്ട് നിന്നെ ശരിയായ തലത്തിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കർത്താവ് അതിനു വേണ്ടി, അവനെ മെരുക്കാൻ വേണ്ടി കർത്താവ് ചെയ്ത ഒറ്റ ക്രിയയുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ അവന് 5-6 ദിവസം ഒരു കൂട്ടിനകത്തിട്ടിട്ട് അവനിട്ട് ഓടിക്ക്, അവന് കുറച്ച് പരിശീലനം കൊടുക്ക്, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആളോട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരാനൊന്നുമല്ല കർത്താവ് പറഞ്ഞേ. അവൻ്റെ കെട്ടഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. കർത്താവിന് മെരുക്കാനായിട്ട് ഒറ്റ പണിയുള്ളൂ, കെട്ടഴിക്കുക. ഒരുത്തൻ്റെ കെട്ടഴിച്ച അതിൻ്റെ അർത്ഥം അവൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇണങ്ങിയ ഒരു പരുവത്തിലായെന്ന. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചേ, കെട്ടഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചേ, കെട്ടഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. ഹല്ലേലൂയ. ചില കെട്ടുകൾ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില കെട്ടുകളൊക്കെ അഴിഞ്ഞിട്ടുണ്ടാകാം, എന്നാൽ വിശ്വാസം മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ, ചില ആഴത്തിലുള്ള വിശ്വാസത്തിലേക്ക് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ചില കെട്ടുകൾ, വിശ്വാസത്തിന്റെ മേലുള്ള ചില കെട്ടുകൾ ഇന്ന് അതിവിടെ അഴിയാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ചില മനസ്സുകൾക്കകത്ത് കയറി പിടിച്ചിട്ടുള്ള ചില കെട്ടുകൾ, ഇത് അസാധാരണ പണിയുടെ മാസമാണല്ലോ, ആ കെട്ടുകൾ ഇന്നിവിടെ അഴിയാൻ പോകുകയാണ്. ദൈവ വിളിക്ക് വേണ്ടി, ദൈവികമായ വിഷയത്തിൽ വിളിയുള്ള ചില ആളുകൾ അതിലേക്ക് പോകാതെ മറ്റു പലതിലൂടെയും പോയിട്ട് അവിടെയും ഇല്ല അനുഗ്രഹം, ഇവിടെയും ഇല്ല അനുഗ്രഹം എന്ന പരുത്തിൽ ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ട് വീഴോ ഇങ്ങോട്ട് വീഴോ എന്നറിയാൻ പറ്റാതെ മിഡിൽ പ്ലേസിൽ നിൽക്കുന്ന ചില ആളുകളിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവം നിന്നെ അവന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഞായറാഴ്ചയാണിത്. ഹല്ലേലൂയ. കെട്ടഴിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം കർത്താവിനറിയാം, ഒരുത്തനെ കെട്ടഴിച്ച് വിട്ടാൽ പിന്നെ അടുത്ത ചോദ്യം ഉണ്ടാവുന്ന കർത്താവിനറിയാം. പിന്നെ എന്തിനവനെ കെട്ടഴിച്ച് വിട്ടത്, എന്തിനവനെ എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് കർത്താവ് മുൻകൂട്ടി ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറയുന്ന പോലെ കർത്താവ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത്, ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ എന്തു പറയും, എനിക്ക് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് അങ്ങ് പറഞ്ഞേക്കാൻ.
അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നിന്റെ കെട്ടഴിഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവിന് നിന്നെ ആവശ്യമുണ്ടെന്നാ. ഹല്ലേലൂയ. ഈ കഴുതേന്ന് പഠിക്കേണ്ട ഒരു പാഠവാ. കെട്ടഴിഞ്ഞ ഏതെങ്കിലും വിശ്വാസികൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ കെട്ടുകൾ പൊട്ടി ബന്ധനങ്ങൾ തകർന്ന് കർത്താവിലേക്ക് വന്ന് അവനെ ആരാധിക്കുന്ന ഏതെങ്കിലും വിശ്വാസി, ഏതെങ്കിലും ബ്ലെസ്സിംഗ് ടുഡേ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ കർത്താവിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. യെസ്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് കർത്താവിന് എന്നെ വേണം എന്ന് പറ. വേറൊരാളോട് പറ, കർത്താവിന് എന്നെ തന്നെ വേണം എന്ന് പറ. കർത്താവിന് വേറൊരാളെയും വേണ്ട. കർത്താവിന് ക്ഷമ എന്ന് പറയുന്ന ആ വ്യക്തിയെ തന്നെ കർത്താവിന് വേണം. എനിക്ക് പകരം 10 ക്ഷമമാരെ കൊടുക്കാൻ കർത്താവ് അതിൽ സംതൃപ്തിപ്പെടത്തില്ല. ഈ ക്ഷമയെ തന്നെ കർത്താവിന് വേണം. ഈ ജോസഫിനെ തന്നെ കർത്താവിന് വേണം. ഈ രാഹുലിനെ തന്നെ കർത്താവിന് വേണം. ഈ ബിന്ദുവിനെ തന്നെ കർത്താവിന് വേണം. മറ്റെത്ര ബിന്ദു ഉണ്ടെങ്കിലും ഇതേ വ്യക്തിയെ തന്നെ കർത്താവിന് വേണം. കാരണം അവർ കെട്ടഴിച്ചു വിട്ടതാണ്. ഹല്ലേലൂയ. ദൈവം ഈ കെട്ടഴിച്ചു വിട്ടു എന്ന് പറയുമ്പോൾ ദൈവം ആരൊക്കെയാണ് ഈ അൺടൈംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പരിശീലനമില്ലാത്ത മെരുക്കമില്ലാത്ത ആളുകളെ ദൈവം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ, ഒന്ന് ദൈവം ആരും തൊടാത്തതിനെ ദൈവം വിളിക്കുകയാണ്. ഗോഡ് കോൾസ് വാട്ട് ഈസ് അൺടച്ച്ഡ്. നോക്കൂ, അവിടെ ആ കഴുത ആരും തൊട്ടിട്ടില്ല, ആരും ഉപയോഗിച്ചിട്ടില്ല, ആരും ഉപയോഗിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല, ആരും വില കൊടുത്തിട്ടില്ല. അതിനെ കർത്താവ് ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. നിൻ്റെ എക്സ്പീരിയൻസ് എത്രയുണ്ട്? നിനക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? നിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? നിൻ്റെ ഹിസ്റ്ററി എന്താ? നിൻ്റെ അപ്പൂപ്പൻ എവിടെ നിന്നാണ് വന്നത്? നിൻ്റെ അമ്മൂമ്മ എന്ത് തരത്തിലുള്ള ആളായിരുന്നു? ഇതൊന്നും കർത്താവിന് ആവശ്യമില്ല. ആരും തൊട്ടിട്ടില്ലാത്തത്, ആരും പുകഴ്ത്തി പറഞ്ഞിട്ടില്ലാത്തത്, അതാണ് നമ്മുടെ കർത്താവിന് വേണ്ടത്. ഹല്ലേലൂയ. നോക്കൂ, ഒരു നോട്ട്ബുക്ക് നമ്മുടെ കയ്യിലുള്ളപ്പോൾ ആ നോട്ട്ബുക്ക്, നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്ബുക്ക് എടുത്ത് നോക്കുക. അതിൽ ഒന്നും എഴുതാത്ത ഒരു നോട്ട്ബുക്ക് കാണുമ്പോൾ അതിനെ വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ആ നോട്ട്ബുക്കിൽ എഴുതേണ്ടവൻ മർമ്മമായത് വലിയ കാര്യങ്ങൾ ആ ബുക്കിൽ എഴുതുമ്പോൾ ആ ബുക്കിനകത്ത് ചിലപ്പോൾ പദ്യങ്ങൾ, ഗദ്യങ്ങൾ, നോവലുകൾ, മനോഹരമായ കാര്യങ്ങൾ ആ പുസ്തകത്തിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ ഇതുവരെ നിന്റെ ജീവിതമാകുന്ന നോട്ട്ബുക്കിൽ ആരും ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം, ഒരു ഓട്ടോഗ്രാഫും ഇല്ലായിരിക്കാം, ഒരു സിഗ്നേച്ചറും ഇല്ലായിരിക്കാം. പക്ഷെ ദൈവം നിന്നെ മനോഹരമായ ഒന്നാക്കി തീർക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, മെരുങ്ങാത്തതിനെ ദൈവത്തിന് വേണം എന്ന് പറ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മെരുങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളിൽ മെരുങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ തലമുറകളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ മെരുക്കമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് അവരെ കുറിച്ചൊരു വലിയ പ്രതീക്ഷയുണ്ട്. അവരാണ് കർത്താവിന്റെ വാഹകൻ. ഹല്ലേലൂയ. നിങ്ങൾ സ്കൂളിൽ പോയിരിക്കുവാണ്, നിങ്ങളുടെ മകൻ്റെ ഓപ്പൺ ഹൗസിന് വേണ്ടി പോയിരിക്കുകയാണ്. ഓപ്പൺ ഹൗസ് കഴിഞ്ഞപ്പോൾ അന്ന് സ്കൂളിൽ വലിയ ഭാണ്ഡക്കെട്ടുള്ള ഭാരവുമായിട്ട് ആണ് കുഞ്ഞ് അന്ന് സ്കൂളിൽ പോയിരിക്കുന്നത്. ഓപ്പൺ ഹൗസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളൊരു അപ്പനോ അമ്മയോ ആണെങ്കിൽ പറയും, മോനെ ആ ബാഗ് ഇങ്ങ് തന്നേക്കടാ, ഞാൻ ചുമന്നോളാന്ന് പറയും. അന്നേരം ആ കുട്ടി ചിന്തിക്കുന്നുണ്ടോ, ഷോ ഇല്ലില്ല, ഞാനിപ്പോൾ അത് എന്ത് ചെയ്യാൻ പോകുന്നില്ല, അങ്ങനെ ഞാൻ സമർപ്പിക്കാൻ പോകുന്നില്ല, എൻ്റെ ഈ കാര്യം ഞാൻ ഒരിക്കലും കൊടുക്കാൻ പോകുന്നില്ല എന്ന് ആ കുഞ്ഞ് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. പകരം ആ കുഞ്ഞിൻ്റെ ബാഗ് ആ കുഞ്ഞ് അപ്പൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സത്യത്തിൽ ആ സമർപ്പണത്തിലൂടെ അവനെന്തായി? വെയ്റ്റ്ലെസ് ആയിട്ട് മാറി, ഭാരമില്ലാത്തൊരു വ്യക്തിയായിട്ട് മാറി. ഇതുപോലെ സമർപ്പിക്കുമ്പോൾ കർത്താവ് പുറത്ത് കയറിയിരിക്കുന്നത് ഒരു ഭാരമായിട്ട് കരുതരുത്. കർത്താവിന് വേണ്ടിയിട്ട്, അവൻ്റെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ അവൻ നിയന്ത്രണം നടത്തുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിലൊരു കൈമാറ്റമാണ് നടക്കുന്നത്. നമ്മുടെ വേണ്ടാത്ത വിഷമങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, ശാപങ്ങൾ, ദുഃഖങ്ങൾ സകലതും അവൻ്റെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്തിട്ട് അവൻ്റെ സ്വാതന്ത്ര്യം, നന്മകൾ, അനുഗ്രഹങ്ങൾ, രക്ഷ തുടങ്ങിയുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് സറണ്ടറിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവന് വേണ്ടി വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു നഷ്ടമല്ല, അത് കൈമാറ്റമാണ്. പറഞ്ഞേ, നഷ്ടമല്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നഷ്ടമല്ല,
അതൊരു കൈമാറ്റ ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മൾ ചില സമയത്ത് GPS സിസ്റ്റമൊക്കെ നമുക്കറിയാം. വണ്ടിക്കകത്തുള്ള നമ്മുടെ കാറിനകത്തുള്ള GPS സിസ്റ്റം അറിയാം. ആ സിസ്റ്റത്തിൽ നമ്മൾ സറണ്ടർ ആകുമ്പോൾ നമുക്ക് നഷ്ടമല്ല, മറിച്ച് നമ്മൾ ശരിയായ സ്ഥലത്ത് ആ സിസ്റ്റം നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് ഇതുപോലെ വഴികാട്ടിയായ, വഴിയും സത്യവും ജീവനുമായ കർത്താവിനു വേണ്ടി സമർപ്പിക്കുമ്പോൾ ശരിയായ വഴിയിലേക്ക്, രക്ഷാകര പദ്ധതിയിലേക്ക്, നിത്യജീവനിലേക്ക് അവൻ നിങ്ങളെ കൊണ്ടെത്തിക്കും. ചേർന്നൊരു ഹല്ലേലൂയ. ആമേൻ. എന്നാൽ നമുക്കിത് സമർപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴുതിയെ നോക്കൂ, കംപ്ലീറ്റ് സമർപ്പണം. സമർപ്പണത്തിൻ്റെ കാര്യത്തിൽ രണ്ടുണ്ട്: ഭാഗിക സമർപ്പണവും പൂർണ്ണ സമർപ്പണവും. രണ്ട് സമർപ്പണമുണ്ട്: പാർഷ്യലായിട്ടുള്ള സറണ്ടർ ആൻഡ് എന്താ പറയുക, ഫുൾ സറണ്ടർ. രണ്ട് തരത്തിലുള്ള സറണ്ടർ നമുക്ക് എടുക്കാം. പാർഷ്യലായിട്ടുള്ളൊരു സറണ്ടർ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ പലപ്പോഴും കർത്താവാണോ ഞാനാണോ ഡ്രൈവിംഗ് സീറ്റിൽ എന്ന് പറയുന്നൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ കൊണ്ട് ചിലപ്പോൾ അപകടങ്ങളുണ്ടാകാം, ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാകാം, ചിലപ്പോൾ ജേർക്സ് ഉണ്ടാക്കാം, ഇതൊക്കെ ഉണ്ടാക്കാം. ജീവിതത്തിൽ ചില സമയത്തൊക്കെ ഈ ജേർക്സും മനസ്സിലാകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള തട്ടിമുട്ടൽ പ്രശ്നങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഡ്രൈവിംഗ് സീറ്റിൽ ഇടയ്ക്ക് നമ്മൾ കയറിയിരിക്കുന്ന. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ഫുൾ കൺട്രോൾ കർത്താവിന് കൊടുക്കാൻ പറ. എങ്കിൽ വണ്ടി ആടി ഉലയത്തില്ല. അത് കൃത്യമായിട്ട് അത് പോയിക്കൊണ്ടിരിക്കും. ലെസൺ നമ്പർ 4, 4ാമത്തെ പാഠം: ഡോണ്ട് ലെറ്റ് പ്രൈസ് ഗെറ്റ് യുവർ ഹെഡ്. പ്രശംസ തലയ്ക്ക് പിടിക്കാൻ അനുവദിക്കരുത്. ഇവിടെ നോക്കൂ, കഴുതയ്ക്ക് ഭയങ്കര പ്രശംസ ആണോ? ജനങ്ങളെല്ലാം ഹോസാന പാടുക. ആർക്കാ സത്യത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നത്? കർത്താവിന് അല്ലേ? അത്യുന്നതങ്ങളിൽ മഹത്വം. കർത്താവിനാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴുത ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്ന ആരവം, ആളുകളുടെ സെലിബ്രേഷൻ, കയ്യടി, ശബ്ദം, ഇതൊക്കെ കഴുത കേൾക്കുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ ഇതൊന്നും കഴുതയ്ക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു, മറ്റാർക്ക് വേണ്ടിയിട്ടാ? ഇത് കഴുത വാഹനമേറ്റി പുറത്തിരുത്തിയിരിക്കുന്ന ഒരുവനുണ്ട്. അവന് വേണ്ടിയിട്ടുള്ള സ്തുതിയാണ്, പ്രശംസയാണ് ഈ കാര്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രൈസ് ഒരിക്കലും കഴുതയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലായിരുന്നു. നമ്മൾ ചിന്തിക്കുമ്പോൾ കഴുത ഇങ്ങനൊരു ശബ്ദം കേട്ടു എന്ന് കരുതിയിട്ട് യാതൊരു കുഴപ്പമില്ല. ഈ ആരവങ്ങളുടെ ശബ്ദം കഴുത കേട്ടോട്ടെ, ആളുകൾ പ്രശംസിക്കുന്ന ശബ്ദം കഴുത കേട്ടോട്ടെ, ഇതെല്ലാം അത് കേട്ടോട്ടെ. പക്ഷേ കഴുതക്കൊരു ബോധ്യം ഉണ്ടാവണം, ഇത് കഴുതക്കുള്ളതല്ലെന്ന്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ജനങ്ങൾ നമ്മളെ പ്രശംസിക്കുമ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാവണം, ഇത് നമ്മളെയല്ല പുറത്തിരിക്കുന്ന കർത്താവിനെയാണ് പ്രശംസിക്കുന്നതെന്ന്. ഹല്ലേലൂയ. അതായത് നിങ്ങൾ ഒരു പാത്രം മാത്രമാണ്, നിങ്ങൾ ഒരു വാഹകൻ മാത്രമാണ്, നിങ്ങൾ ഒരിക്കലും അതിൻ്റെ സ്രോതസ്സല്ല. ഓക്കെ, യു ആർ എ വെസൽ, യു ആർ എ കാരിയർ, നോട്ട് അറ്റ് ഓൾ എ സോഴ്സ്. നിങ്ങളൊരു പാത്രം മാത്രമാണ്, നിങ്ങളൊരു വാഹകൻ മാത്രമാണ്, നിങ്ങൾ ഒരിക്കലും അതിൻ്റെ ഉറവിടമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അഭിനന്ദനങ്ങളെ അമിതമായിട്ട് ഉൾക്കൊള്ളുന്നതിൽ വലിയ അപകടങ്ങളുണ്ട്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, അഭിനന്ദനങ്ങളെ അമിതമായിട്ട് ഉൾക്കൊള്ളരുത്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പ്രോബ്ലം എന്ന് പറഞ്ഞത് അഭിനന്ദനങ്ങൾ കേൾക്കുന്നതിലല്ല. പ്രോബ്ലം എന്ന് പറയുന്നത്, പ്രശ്നം എന്ന് പറയുന്നത് അഭിനന്ദനങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടതാ എന്ന് ഞാൻ വിശ്വസിക്കുന്നതാ. എനിക്ക് ഇങ്ങനത്തെ വലിയ പ്രശ്നമുണ്ട്. അഭിനന്ദനങ്ങളൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. കർത്താവ് എന്നോട് പറഞ്ഞൊരു പാഠമാണ്, അത് നിനക്ക് വേണ്ടിയിട്ടുള്ളതല്ല, എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും അഭിനന്ദനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അത് തലയ്ക്ക് പിടിക്കുന്നവരായിട്ട് മാറരുത്. എപ്പോഴും ഓർക്ക് അഹങ്കാരം എപ്പോഴും വരുന്നത് മെല്ലെ മെല്ലെയാണ്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, അഹങ്കാരം പതിയെയാണ് വരുന്നത് പറ. ഹല്ലേലൂയ. സാധാരണ ഒരു സട്ടിൽ വേല്, ഭയങ്കര ഒച്ചപ്പാടെടുത്ത അഹങ്കാരം വരില്ല. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞോണ്ടേ, ഞാനാ അത് ചെയ്തത്, അതൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് യോഗ്യതയൊക്കെ ഉള്ള ഒരാളാണ്, മറ്റേയാളെക്കാളൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്തു, ഞാൻ നന്നായിട്ട് ചെയ്തിട്ടില്ലേ എന്നൊരു 4 പേരെ വിളിച്ച് നിങ്ങളൊരു കാര്യം ചെയ്തതിന് ശേഷം ചോദിക്കുകയും അവർക്ക് SMS-ഓ വാട്സപ്പിലോ മെസ്സേജ് ഇട്ട് ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, അഹങ്കാരം തലയ്ക്ക് പിടിച്ചു എന്നർത്ഥം എന്ന് പറ. ഞാനിങ്ങനെ ചെയ്തില്ലേ, നല്ലതല്ലേ.
ഒരു വലിയ അച്ചീവ്മെൻ്റ് ഉണ്ടായി കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ജനങ്ങൾ പരാജയപ്പെട്ടു പോയത് ഒരു കാരണവശാലും എന്താ പറയുക, ഇത്രയും വലിയ പ്രൗഡ് മൊമെൻറ്റിലല്ല, പകരം വിജയത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു അഹങ്കാരത്തിലാണ് പല ആളുകളും തെറ്റിപ്പോയത്. അതുകൊണ്ട് ഒരു കാര്യം വിജയിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു സംഭവം വിജയിപ്പിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ കാര്യം കേൾക്കുമ്പോൾ ഞാൻ അതുകൊണ്ട് എന്താ പറയുക, ആരോ ഒരാൾ, ഒരു പാസ്റ്ററിൻ്റെ ഭാര്യ ആരോ ഒരാൾ കഴിഞ്ഞ ദിവസം ലീഡർഷിപ്പ് ക്ലാസ്സിലെടുത്തപ്പം ഞാൻ പറഞ്ഞ പാസ്റ്റർ ജോണിൻ്റെ വൈഫ് പറഞ്ഞത് എന്തായിരുന്നു ഭംഗിയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഒന്നും നടന്നിട്ടില്ല, ചില പരാതികളാണ് വന്നത്, ചില ബുദ്ധിമുട്ടുകളാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലീസ പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്, ഞാൻ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത്. വലിയ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അഭിനന്ദനങ്ങൾ കേട്ടാലും മൈൻഡ് ചെയ്യരുത്, വിമർശനങ്ങൾ കേട്ടാലും മൈൻഡ് ചെയ്യരുത്. അടുത്തിരിക്കുന്ന ആൾ നോക്കിയിട്ട് പറ, വലിയ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിക്കരുത്, അഭിനന്ദനങ്ങൾ കേട്ടാലും ഒന്നും തോന്നരുത്, വിമർശനങ്ങൾ കേട്ടാലും ഒന്നും തോന്നരുത്. പകരം എന്ത് ചെയ്യണം, കർത്താവ് എന്ത് പറഞ്ഞാലും അത് കർത്താവിലേക്ക് റീഡയറക്റ്റ് ചെയ്തേക്കണം. കർത്താവാണത് ചെയ്തത്, പ്രൈസ് ദ ലോർഡ്, ഓൾ ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലെ നടന്നു, ആണോ, അന്നേരമേ ദൈവം എന്നോട് പറഞ്ഞതായിരുന്നു, ആണോ, ഒത്തിരി പറയാൻ ഓൾ ഗ്ലോറി ടു ഗോഡ് എന്ന് അടിച്ചിട്ട് ഒരു തംസപ്പം കൊടുത്തേക്കണം. അവിടെ നിൽക്കാൻ പറ്റണം ദൈവമക്കൾക്ക്. നമുക്കിത്തിരി ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടായി കാര്യത്തിൽ. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ എന്ത് പറയുമ്പോഴും അതിനകത്ത് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം അനുവദിച്ചാൽ ഈ വാക്കുകൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ അഹങ്കാരത്തിൻ്റെ രീതികൾ നമ്മളിൽ ഒഴിവാക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ. എപ്പോഴൊരു പാത്രം നിറഞ്ഞിരുന്നാൽ ആ പാത്രത്തിലേക്ക് വീണ്ടും ഒന്നും ഒഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ പാത്രം എപ്പോഴും എന്താ പറയുക, കാലിയായിട്ടിരുന്നാലേ അതിനെ ചെയ്യാൻ പറ്റുള്ളൂ. ലെസൺ നമ്പർ 5 എന്താണ്? യുവർ പർപ്പസ് ഈസ് ടു ക്യാരി ജീസസ്. നിൻ്റെ ലക്ഷ്യം എന്നുള്ളത് യേശുവിനെ വഹിക്കുക എന്ന് പറയുന്ന, വേറൊരു ലക്ഷ്യമില്ല. ഹല്ലേലൂയ. ഈ ഒരു കഴുതയ്ക്ക് ഒരൊറ്റ അസൈൻമെൻറ്റേ ഉള്ളൂ, എന്താ? ക്യാരി ജീസസ്, യേശുവിനെ വഹിക്കുക. വേറെ ഒരു അസൈൻമെൻറ്റും ഈ കഴുതയ്ക്കില്ല. അതുകൊണ്ട് ഇന്നിവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ഒരു ഡെലിവറി ബോയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, കണ്ട അഡ്രസ്സിലേക്ക് അത് കൊണ്ടുവന്നിട്ട് ഡെലിവറി ചെയ്യുക. വേറൊന്നും അവൻ അഹങ്കാരമില്ല, ഞാൻ അയച്ചേക്കുന്ന ബോക്സാണേ, ഞാൻ തന്നേക്കുന്ന ബോക്സാണേ എന്നൊന്നും അവൻ അതിൻ്റെ ഇടയ്ക്കറി പറയത്തില്ല. അയച്ചേക്കുന്ന വേറെ എവിടെ നിന്നോ, നിങ്ങൾ കൊടുത്ത പൈസയാണ്, നിങ്ങളുടെ വിശ്വാസത്താൽ വന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്ന സ്ഥലത്തേക്ക് ഞാനത് അയക്കുന്നു എന്ന് മാത്രം, അല്ലെങ്കിൽ കൊണ്ടെത്തിക്കുന്നു എന്ന് മാത്രമാണ് ഒരു ഡെലിവറി ബോയ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ ഓഫീസിനകത്ത്, നിങ്ങളുടെ ബന്ധങ്ങൾക്കകത്ത്, നിങ്ങളുടെ വർക്ക് പ്ലേസിനകത്ത് യേശുവിനെ വഹിക്കുന്ന കഴുതകളായിട്ട് മാറുക. ഇത് മാത്രമാണ് നമ്മുടെ അസൈൻമെൻറ്റ്. പലപ്പോഴും നമ്മുടെ പ്രശ്നം, ഈ സ്ഥലങ്ങളെല്ലാം യേശുവിനെ വഹിക്കാൻ നമ്മൾ വിട്ടുപോകാറുണ്ട്. അടുത്തിരിക്കുന്ന ആളെ മുഖത്ത് നോക്കിയിട്ട് പറ, ഇവിടെയൊക്കെ യേശുവിനെ വഹിക്കണമെന്ന് പറ. ഹല്ലേലൂയ. യേശുവിനെ വഹിക്കണം ഞാൻ പെർഫെക്റ്റ് ആണ്, നോ, ഞാൻ ആദ്യം പോലെ പറഞ്ഞല്ലോ, യേശുവിനെ വഹിക്കാൻ ആരും ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഒരു മൺപാത്രമായിരിക്കാം നിങ്ങൾ, അതിന് വലിയ വിലയില്ലായിരിക്കാം. ആ മൺപാത്രത്തിനകത്ത് ഒരു പക്ഷേ എന്താ പറയുക, 20 രൂപ വിലയെ വേണമെങ്കിൽ ഇട്ടിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ജാറിനകത്ത് 20 രൂപ വില ഇട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ആ പാത്രത്തിനകത്ത് മനോഹരമായിട്ടുള്ള വിലയേറിയ ഒരു കാര്യം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വില കൂടുകയാണ്. ഇതുപോലെ വെറും മൺപാത്രങ്ങളാണ് നമ്മളെങ്കിലും ദൈവത്തിൻ്റെ നിക്ഷേപമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ അകത്ത് കിടക്കുന്നത് കൊണ്ട് നാം വിലയുള്ള വ്യക്തികളാണ്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നിങ്ങളുടെ വില നിങ്ങൾ കുറച്ച് കാണരുതെന്ന് പറ. നിങ്ങളുടെ വില നിങ്ങൾ കുറച്ച് കാണരുത്. നിങ്ങൾ എന്താണോ വഹിക്കുന്നത്, നിങ്ങൾ ആരെയാണോ വഹിക്കുന്നത്, അതാണ് നിങ്ങളുടെ വില. ഹല്ലേലൂയ. യേശുവിനെ 10% നിങ്ങൾ വഹിച്ചാൽ അതാണ് നിങ്ങളുടെ വില. യേശുവിനെ 20% നിങ്ങൾക്ക് വഹിക്കാൻ സാധിച്ചാൽ അതാണ് നിങ്ങളുടെ വില. അങ്ങനെയെങ്കിൽ യേശുവിനെ 100% വഹിക്കാൻ സാധിച്ചാൽ അതാണ് നിങ്ങളുടെ വില. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, വിലയുണ്ടാകണമെങ്കിൽ പറ, വിലയേറിയവനെ പുറത്തിരുത്തണം. എത്ര പേര് ചേർത്ത് ഒരു ആമേൻ പറയും?
ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് വിലയിടരുത്. ഒരു കണ്ണാടിയിൽ നിങ്ങൾ നോക്കുമ്പോൾ ആ കണ്ണാടി അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ണാടി അല്ല നിങ്ങൾ, ശരിയല്ലേ? നിങ്ങളാണ്, കണ്ണാടി നിങ്ങളല്ല. കണ്ണാടി നിങ്ങളെ ജസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ, ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് കഴുതയുടെ കാര്യത്തിൽ. നിങ്ങൾ യേശുവല്ല, യേശുവിനെ കഴുതയിലൂടെ കാണുകയാണ്. കഴുതയിലൂടെ യേശു നടത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നിങ്ങളിലൂടെ യേശുവാണ് പ്രതിബിംബിക്കപ്പെടുന്നത്, നിങ്ങളല്ല. നിങ്ങൾ അവിടെ വെറും കണ്ണാടി മാത്രമാണ്, ഒരു മിറർ മാത്രമാണ്. എത്ര പേർ ചേർന്ന് കൈകൾ ഉയർത്തി പറയും, കർത്താവേ, നിന്റെ രൂപം കാണിക്കുന്ന, നിന്റെ ആഗ്രഹം കാണിക്കുന്ന, നിന്റെ രീതി കാണിക്കുന്ന, നിന്റെ ലക്ഷ്യം നടപ്പാക്കുന്ന ഒരു കണ്ണാടിയായിട്ട് ഞാൻ മാറട്ടെ കർത്താവേ. ലാസ്റ്റ് പോയിന്റ്, സ്മോൾ റോൾസ് ഹാവ് ബിഗ് പേർപ്പസ്. ചെറിയ വേഷങ്ങൾക്കും വലിയ ലക്ഷ്യമുണ്ട്. ചെറിയ വേഷങ്ങൾക്കും. ഈ പാം സൺഡേയിൽ ഒരു പക്ഷേ ബ്ലെസ്സിങ് ടുഡേയിൽ മാത്രമേ കഴുതനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടാവുള്ളൂ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഭകളിൽ ഇന്ന് എന്താ പറയുക, നാമധേയ ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ എല്ലായിടത്തും കുരുത്തോല വീശി അത്യുന്നതങ്ങളിൽ മഹത്വം, ഹോസന്ന എന്ന് എല്ലാവരും പാടുക. ആരും കഴുതേനെ ഇന്ന് ഓർക്കുന്നില്ല. ശരിയല്ലേ ഞാൻ പറയുന്നത്? നമ്മൾ മാത്രമേ കഴുതേനെ ഓർക്കുന്നുള്ളൂ, വേറെ ആരും കഴുതേനെ ഇന്ന് ഓർക്കുന്നുണ്ടായില്ല. ഇതിനുശേഷം പുള്ളിക്കാരൻ ഫേമസും ആയില്ല, റെക്കഗ്നൈസ്ഡും ആയില്ല. ആരും പുള്ളിക്കാരൻ്റെ ജീവിതത്തെ ആഘോഷിച്ച് വലിയ ലേഖനങ്ങളും കവിതകളും ഒന്നും ആരും എഴുതിയില്ല. പക്ഷേ ഈ കഴുതയുടെ കഥയില്ലാതെ പാം സൺഡേയിലെ കർത്താവിൻ്റെ കഥ പൂർത്തിയാകത്തില്ല. ഒന്നുകൂടെ പറഞ്ഞ, നീയില്ലാതെ നിന്റെ കർത്താവിൻ്റെ ഇനി ഭൂമിയിലുള്ള ശുശ്രൂഷ പൂർത്തിയാകത്തില്ല. നിന്നെ കൂടാതെ കർത്താവിന് ഇനി ഒന്നും പൂർത്തിയാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിൻ്റെ ആ സ്മോളായിട്ടുള്ള ഒരു വേഷമായിരിക്കാം, ഒരു കൊച്ചു വേഷമായിരിക്കാം, ഒരു കൊച്ചു കാര്യമായിരിക്കാം, പക്ഷെ ഇവിടെയാണ് കർത്താവിന് ചിലത് പൂർത്തിയാക്കാൻ പറ്റുന്നത്. ഒരു ബാലകൻ 5 അപ്പവും 2 മീനും, അല്ലേ? അത്ഭുതം അവിടെ നടക്കണമെങ്കിൽ അതില്ലാതെ നടക്കില്ലായിരുന്നു. കൊച്ചു വേഷമാണ്, കൊച്ചു റോളാണ്. ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ചിലപ്പോൾ വിളിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ആ കൊച്ചു കാര്യം അത് കർത്താവിൻ്റെ ഒരു വലിയ കാര്യം പൂർത്തിയാക്കാനുള്ളതാണ്. പുസ്തകങ്ങളൊന്ന് അടച്ചു വെച്ച് അത് സ്ഥലങ്ങളിലൊന്ന് എഴുന്നേറ്റ് നിന്നേ. ലബാ ഷറബ ഹസെതേലി ബൊറു ഷറബ ബാബാ ബാബ അർത്ഥന ലഗതനഗതരഗശസി. ഇന്ന് ഒരു നിമിഷം 2 കൈകളും ഉയർത്തിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? കർത്താവേ, ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് നാണമില്ലെങ്കിൽ ചെയ്യാം. ഒരു സിംബോളിക് ആക്ട് പോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുനിഞ്ഞു നിന്നേ, എന്നിട്ട് പ്രാർത്ഥിച്ചേ. കർത്താവ് നിങ്ങളുടെ പുറത്തിരിക്കുന്നതായിട്ടൊന്ന് കണ്ടേ. കർത്താവിനെ കണ്ടിട്ട് വേണം കുനിയാനേ. വീണ് പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുൻപിലുള്ള കസേരയിലേക്ക് കൈ അങ്ങ് പിടിച്ചോ. മുൻപിലുള്ള കസേരയിലേക്ക് കൈ പിടിച്ചോ, അല്ലെങ്കിൽ കൈ തുറന്നു പിടിക്കാം. കർത്താവേ, ഞാൻ അത്ര ടൈംഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, അത്ര മെരുക്കമുള്ള ആളൊന്നുമല്ല. എന്നെ മെരുക്കാനായിട്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ പറ്റുന്നില്ല. ഭർത്താവിനോ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ അപ്പനോ അമ്മയ്ക്കോ ഒന്നും എന്നെ അങ്ങ് മെരുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ അറിയുന്നപ്പാ, മെരുങ്ങാത്ത എന്നെയാണ് നീ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. അപ്പാ, എൻ്റെ പുറത്തേക്കൊന്ന് കയറണേ അപ്പാ, എൻ്റെ പുറത്തേക്കൊന്ന് കയറണേ അപ്പാ. വലിയ കഴിവുകളും യോഗ്യതകളും ഒന്നും എനിക്ക് പറയാനില്ല, പക്ഷേ ഏറ്റവും സാധാരണമായ കഴുതയെ നീ ഉപയോഗിച്ചു. അതെ കർത്താവേ, ഞാനും അതുപോലെ എന്നെ ഉപയോഗിക്കണേ അപ്പ. ഇനി എൻ്റെ ലക്ഷ്യം നിന്നെ വഹിക്കുന്നത് മാത്രമാണ് കർത്താവേ. ഞാൻ പലതും ഒക്കെ വഹിച്ചു തോറ്റു തുന്നം പാടി. ഇനി ഞാൻ നിന്നെ മാത്രം ചുമക്കാൻ പോകുകയാ, നിന്നെ മാത്രം ചുമക്കാൻ പോകുകയാ. നിന്നെ ചുമന്ന അതിൻ്റെ കൂടെ എൻ്റെ ജീവിതം പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയാം. നിന്നെ ചുമന്ന കർത്താവേ, നീ എന്നെ നിയന്ത്രിക്കും. നിന്റെ കൈയും കണ്ണും കാലും പദ്ധതിയും ലക്ഷ്യവും ഒക്കെ ആയിട്ട് ഞാൻ മാറും. ഇല്ല കർത്താവേ, ഇടയ്ക്കിടയ്ക്കൊക്കെ
പ്രശംസയൊക്കെ എൻ്റെ തലയ്ക്ക് പിടിച്ചു പോയിട്ടുണ്ട്. ഇന്ന് എൻ്റെ തലയിലിരിക്കുന്ന കിരീടങ്ങളൊക്കെ ഞാൻ താഴേക്കിടുകയാ. ഇല്ല കർത്താവേ, ആ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. മറ്റൊരു പ്രശംസ എനിക്ക് വേണ്ടപ്പാ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം. മാത്രമല്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെട്ടു, അല്ലെങ്കിൽ ഇതിനോട് ചേർന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതാനുഭവം, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ദയവായി കമൻറ്റ് ചെയ്യണം. ഈ കാലത്ത് ഏറ്റവും വേഗത്തിൽ മറ്റുള്ളവരുടെ ഇടയിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് നമുക്ക് മെസ്സേജുകൾ എത്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഒരു വർക്കറായി നിങ്ങൾക്ക് മാറാം. ഈ ബ്ലെസ്സിങ് ടുഡേയോട് ചേർന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എ ഫിംഗർ ടിപ്പ് കൊണ്ട് ചിലർക്കിത് അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്ന് മാത്രമല്ല, ദൈവരാജ്യത്തിൻ്റെ പണികൾക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കണ്ടൻറ്റുകളൊന്നും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ലഭിക്കും. ഷെയർ ചെയ്യുമ്പോൾ അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി മാറുകയും ചെയ്യും.